കരച്ചിൽ സഹിക്കാൻ വയ്യാന്നപ്പം ഇന്നോട്ടൻ വിളിച്ചിട്ട് സൈഡിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്നെ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ നോക്കി. അപ്പം എന്നോടും പറയാ, ഇതാണല്ലേ മേജർ. അതാണ് അവൻ മരിച്ചു കിടന്ന സമയത്ത് വണ്ടി എടുത്തിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഗാസയിലും അവിടെ ഇവിടെയൊക്കെ കണ്ടുള്ള കുട്ടികൾ ഇന്നിപ്പോൾ ഭക്ഷണത്തിന് പോലും പാത്രം എടുത്ത് നിൽക്കുന്ന കാണുന്ന സമയത്ത് മനുഷ്യനാണെങ്കിൽ, ഞാനൊരു മനുഷ്യനാണ്. ഞാൻ കിടച്ചക്കരയിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന ആ 7 പേരെ കൊന്നതിന് ശേഷം 5 മിനിറ്റിൽ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കാരണം ആ സ്ത്രീ എന്നോട് പറഞ്ഞു എൻ്റെ മക്കളെ റേപ്പ് ചെയ്യായിരുന്നു എന്നുള്ളത്. ആ സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞു. ദാറ്റ് മീൻസ് എനിക്കറിയാം ഞാനൊരു നല്ല മനുഷ്യനാണെന്നുള്ളത്. അത് വിചാരിച്ചിട്ട് ശത്രു തോക്കും കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ നല്ല മനുഷ്യനാണ്. നോ, ഐ വിൽ കിൽ ഹിം. വരുമ്പം ഇങ്ങനെ ഭർത്താവ് വരും രാവിലെ, ഒരു കറക്കൊക്കെ കറുപ്പെടുത്ത് ഭാര്യനെ ഹലോ ഹൗ ആർ യു ഡാർലിംഗ് എന്നൊക്കെ. ഇവിടെ വരുന്നതേ തോക്കായി ഡാംഗ്രി, ബ്ലാക്ക് ക്യാപ്പ്, തോക്ക്, 4-5 ഗാർഡ്സ് വിൽ ബി ദേർ ഡൗൺ വെയിറ്റിംഗ് ഇൻ ദ ജീപ്പ്. സംസാരിക്കാൻ പോലും പേടിയായിരുന്നു. ഭാര്യയോടോ മക്കളുടെ അടുത്തോ ഓപ്പൺ ഔട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ പോയിന്റിൽ വരുന്നുണ്ട്. പക്ഷെ വീട്ടിൽ വന്ന വൈഫിന്റെ അടുത്ത് സംസാരിക്കില്ലെന്ന പരാതി കൂടെ പരിഹരിക്കാം. പരാതികളുണ്ട്, കാരണം ഉണ്ടായിരുന്നു. എൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ആർമി ടു ഗെറ്റ് മാരീഡ്. ബിക്കോസ് എനിക്കറിയാം ആർമിയിൽ ലൈഫില്ല, ഫാമിലി ലൈഫില്ല. ലൈഫുണ്ട്, ലൈഫ്. മകനോടിപ്പോ കാണിക്കുമോ? മകനോട് അങ്ങനെ കാണിക്കുമോ? അന്ന് കെട്ടിപ്പിടിച്ച. പിന്നെ അവനെ ഒന്ന് താലോലിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സമയമല്ലായിരുന്നു, മൈൻഡ് ഫ്രെയിം അല്ലായിരുന്നു അവിടെ. ഇതുപോലെ തന്നെ അമ്മയോടും ഞാൻ സ്വയം കാണിച്ചിട്ടില്ല. ഞാൻ ബേസിക്കലി റൊമാൻറ്റിക്കാടോ. കാണിക്കൂല. അത് മനസ്സിന്റെ ഉള്ളിലാണ്. അങ്ങനെ ഒരു മനുഷ്യനാവണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ മസ്റ്റ് ബി ഹീസ് ഇൻട്രോവേർട്ട്. ആ കാര്യത്തിൽ മൂപ്പർ അങ്ങനെ കാണിക്കില്ല. പക്ഷെ എന്റെ ചായ്മ ഇപ്പോഴും RSSനോടും BJP യോടും തന്നെയാണ്. കാരണം ഞാൻ ശാഖയിൽ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ശാഖയിൽ പോകുന്ന സമയത്ത് പോലും ഞാൻ സ്കൂളിൽ KSU-കാരനായിരുന്നു. പിക്കറ്റ് 43ക്ക് ശേഷം സാറിനെ നമ്മൾ കാണുന്നത് വേറൊരു രീതിയിലാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ M. സ്വരാജ് സാറിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് BJPയുടെ പാളയത്തിൽ നിൽക്കുന്ന, ഇടയ്ക്ക് കോൺഗ്രസിലേക്ക് പോയ മേജർ രവി പറഞ്ഞ കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? യുദ്ധത്തിനെതിരായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ആ ശ്രമിച്ച കൂട്ടത്തിലാണ് മേജർ രവിയിൽ നിന്നെന്ന് പറയുന്നത്. മേജർ രവി ഒരു സൈനിക വിഭാഗത്തിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ളത് കൂടെ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ കമന്റ് എന്ന് പറഞ്ഞിട്ട് സ്വരാജ് സംസാരിച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡ് എടുക്കുന്ന സമയത്ത് എനിക്കും ആശ്വാസം തോന്നി. എൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു, എൻ്റെ ഒരു പാസ്റ്റ്. ഞാൻ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ നോക്കില്ലായിരുന്നു. ഞാൻ കമാൻഡോസിലൊക്കെ ഇരുന്ന സമയത്ത് 1988-92 കാലങ്ങളിൽ കാശ്മീരും പഞ്ചാബും എന്നും ബേണിംഗ് എന്ന് പറഞ്ഞാൽ എന്നും വെടിപൊട്ടും ഇഷ്യൂസ് നടക്കുന്നതാണ്. ഞങ്ങൾ ഡൽഹിയിലാണെങ്കിൽ പോലും എവറി ഡേ എയർക്രാഫ്റ്റ് അവിടെ റെഡി ആയിരിക്കും. പാലം എയർപോർട്ടിൽ നിങ്ങൾ ഇപ്പോഴും പോയി കഴിഞ്ഞാൽ ഒരു IL-76 എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് എയർക്രാഫ്റ്റ് അവിടെ നിൽക്കുന്നു. അത് നമ്മുടെ റോഡ് എയർക്രാഫ്റ്റാണ്, ARC എന്ന് പറയുന്നത്. ആ എയർക്രാഫ്റ്റ് NSGക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടാവും. ഏത് സമയത്തും ടേക്ക് ഓഫ് ചെയ്യും. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് അവിടെ സ്ഥലത്ത് ഇറക്കും. പിന്നെ ഞങ്ങൾ ഓപ്പറേഷൻ പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന്മാർ ഇത്ര ആൾക്കാരെ, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊന്നിരിക്കുന്നു, ഇനി ഇവന് ദയയില്ല, പോകുന്നു, വെടിവെപ്പ്, ചിലതിൽ ആൾക്കാർ മരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കൊല്ലാൻ സാധിക്കും, അല്ലെങ്കിൽ അവന്മാരെ പിടിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. അത് എൻകൗണ്ടറാണത്. എൻകൗണ്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ബോംബെ പോലീസിൻ്റെ എൻകൗണ്ടർ പോലെയല്ല. ബോംബെ പോലീസിൻ്റെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫൂളിഷ് തിങ് ആണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. അവരെ ആൾക്കാരെ പിടിച്ചിട്ട് പിന്നെ പോയിക്കോളാൻ പറയും. പോകുമ്പോൾ അവൻ്റെ ഒരു തോക്കും കൊടുക്കുക, അതിൻ്റെ ഫയർ പിൻ ഊരി വെച്ചിട്ട് അവനെ വെടിവെച്ചോളും. ഇതാണ് ഇവരുടെയൊക്കെ എൻകൗണ്ടർ. ആക്ച്വൽ എൻകൗണ്ടർ അവിടെ നിന്ന് ഇങ്ങോട്ട് ബുള്ളറ്റ് വരുന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് വെടിവെച്ചിട്ട് അവരെ കൊല്ലുമ്പോഴാണ് ശരിയായിട്ടുള്ള എൻകൗണ്ടർ ആയിട്ട് വരുന്നത്. ഇത് അന്നൊക്കെ ഞങ്ങളിത് ചെയ്തിരുന്നതാണ്. ആ സമയത്ത് ഇറ്റ്സ് ഓക്കെ, ഒരു സ്മോൾ ഗ്രൂപ്പ്. പെഹൽഗാമിൻ്റെ ഇഷ്യൂവിൽ ഇതിനകത്ത് വെറും ഒരു മിലിറ്റൻ്റ് അറ്റാക്ക് മാത്രമല്ല, ഇതിനകത്തൊരു ലാർജർ കോൺസ്പിറസി കിടപ്പുണ്ടെന്നുള്ളത് ചിന്തിക്കാനുള്ള അത്രയും തലയ്ക്കകത്ത് നമുക്ക് ബുദ്ധിയുണ്ട്. ബിക്കോസ് ഇവിടെ ഇരിക്കുന്ന ശത്രുക്കളടക്കം ചേർന്നിട്ടുള്ളൊരു അറ്റാക്ക് ഇന്ത്യയിൽ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ളൊരു അറ്റാക്കാണ് അവർ ചെയ്തത്. ഞാൻ പറഞ്ഞ തിരിച്ചടി ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവും. ഇന്നത്തെ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ എനിക്കറിയാം ഉണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്തേ ഒന്നുമില്ലാതെ ഇതുവരെ 3 ദിവസമായി, 4 ദിവസമായി, 5 ദിവസമായി. അവിടെയാണ് നിങ്ങളുടെ ഇമ്മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ശത്രു എന്നും വലുതാണെന്ന് വിചാരിച്ചുകൊണ്ടുള്ള അടിയിലാണ് ആ പഞ്ചിന് പവർ വരുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ മുമ്പിലെടുത്തന്നെ ഒരു മെലിഞ്ഞിട്ടുള്ള ഒരാളാണ് നിൽക്കുന്നത് എന്ന് വിചാരിച്ചാൽ അവനെ വെറുതെ പോയി തോണ്ടാന്ന് കഴിഞ്ഞാൽ അവൻ ഈ മൈറ്റ് ബി ഡിഫറെൻറ്റ് എക്സ്പെർട്ട്, വർമ്മം നോക്കി അടിക്കാൻ അറിയാം. അങ്ങനെയുള്ള ആളാണെങ്കിൽ ആ വർമ്മത്ത് കിട്ടും. അപ്പം നമ്മുടെ സൈസ് നോക്കരുത്, മറ്റവൻ വലിയവനാണെന്നുള്ളത് എപ്പോഴും ചിന്തിച്ചിട്ടാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. മനസ്സിലായി.
സ്വരാജ് ഇപ്പം പറഞ്ഞു ഞാൻ എഗൻസ്റ്റ് ദ വാർ. അഗൻസ്റ്റ് ദ വാറിന് റീസൺ ഉണ്ട്. രജനീഷ്, ഒരു എൻകൗണ്ടർ നടക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടാകുന്ന ഡാമേജുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ആ വീട് ബ്ലാസ്റ്റ് ചെയ്ത് കളയേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അവൻ്റെ ഹൈഡ് ഔട്ട് മുഴുവൻ തട്ടിക്കളയേണ്ടി വരും, അതിനകത്ത് ആളുകളുണ്ടായിരിക്കും. അപ്പം ആ ഒരു നാശം ചെറിയ രീതിയിൽ കണ്ടിട്ട് അതിനെ നിങ്ങൾ ലാർജർ സ്കെയിലിൽ കാണുന്ന സമയത്ത് അതാണ് ഒരു വാർ. വാർ എന്ന് പറയുന്ന സമയത്ത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ടാർഗറ്റ്സ് ആർ നോട്ട് ഇറ്റ്സ് അറ്റ് റാൻഡം. അല്ലാതെ ഇന്നതടിക്കും ഇന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഇതിനകത്ത് നമ്മൾ കൗണ്ടർ ചെയ്തിരിക്കുന്ന മുഴുവൻ പിൻ ഡ്രോപ്പ്, ആ ഒരു കറക്റ്റ് സ്പോട്ടിലാണ് അടിച്ചിരിക്കുന്നത്. അത്രയും പ്രിസിഷനുള്ള വെപ്പൻസാണ് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതൊക്കെ അതെന്താണ്, എസ്കലേഷൻ ആയില്ല, നമുക്ക് സമയമുണ്ട്. നേരെ പിടിച്ച് അതുപോലെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടും വന്നു കഴിഞ്ഞ് ഇവിടെ ഡാമേജുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് യഥാർത്ഥ യുദ്ധം തുടങ്ങുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ഡാമേജ് വരുമ്പോൾ. അപ്പോൾ ആ ഡാമേജ് വരുമ്പോൾ എന്താണ്, നമ്മളൊരു സൈഡിൽ നമ്മുടെ എക്കണോമീനെ ഒരു ലെവലിൽ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഡാമേജ് എന്താണെന്നുള്ളത് അറിയാവുന്നതിൻ്റെ ആ ഭീകര അവസ്ഥയെ പറ്റിയിട്ടാണ് ഞാൻ പൊളിറ്റിക്കലി അല്ല പറഞ്ഞത്. നിരപരാധിയായിട്ടുള്ള കുറേ ആളുകൾ മരിച്ചു പോകും. നിങ്ങൾ ഗാസയിലും അവിടെ ഇവിടെയൊക്കെ കണ്ടില്ല കുട്ടികൾ ഇന്നിപ്പോൾ ഭക്ഷണത്തിന് പോലും പാത്രം എടുത്ത് നിൽക്കുന്ന കാണുന്ന സമയത്ത് മനുഷ്യരാണെങ്കിൽ, ഞാനൊരു മനുഷ്യനാണ്, ഞാൻ കിടച്ചക്കരയിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന ആ 7 പേരെ കൊന്നതിന് ശേഷം 5 മിനിറ്റിൽ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കാരണം ആ സ്ത്രീ എന്നോട് പറഞ്ഞു എൻ്റെ മക്കളെ റേപ്പ് ചെയ്യായിരുന്നു എന്നുള്ളത്. ആ സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞത്. ദാറ്റ് മീൻസ് എനിക്കറിയാം ഞാനത് നല്ല മനുഷ്യനാണെന്നുള്ളത്. അപ്പോൾ അത് ആ മനുഷ്യൻ്റെ മനസ്സ് വരുന്ന സമയത്ത് അത് വിചാരിച്ചിട്ട് ശത്രു തോക്കും കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ നല്ല മനുഷ്യനാണ്, നോ ഐ വിൽ കിൽ ഹിം. അതെൻ്റെ പ്രൊഫഷനാണത്. പക്ഷെ ആ പ്രൊഫഷനെ രാജ്യത്തിനെ ബാധിക്കുന്ന രീതിയിൽ ലാർജ് സ്കെയിലിൽ വരികയാണെങ്കിൽ അത് യുദ്ധമായിട്ട് മാറണം. ഒരു യുദ്ധം ഇന്നേ വരെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യുദ്ധം ഒരിക്കലും ആരും ജയിക്കുന്നില്ല, ആരും ജയിക്കില്ല. ഇറ്റ്സ് എ ഫാക്ടർ. ആലോചിച്ച് നോക്കി, അപ്പുറത്തും മരിക്കുന്നുണ്ട്, ഇപ്പുറത്തും മരിക്കുന്നുണ്ട്. ഈ ഏത് രാജ്യത്തിൻ്റെ ആണെങ്കിലും ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പരാജയമായിപ്പോയി. അത് പട്ടാളക്കാരാണെങ്കിലും സിവിലിയൻസ് ആണെങ്കിലും ശരി. അറ്റ് ദ സെയിം ടൈം ഒരു പട്ടാളക്കാർ 522 പട്ടാളക്കാർ മരിച്ചു കഴിഞ്ഞാൽ മിനിമം അവരുടെ വീടിനെയും ഇതിനെല്ലാം കൂടി നോക്കാൻ വേണ്ടി തന്നെ 1 കോടി രൂപയോളം അല്ലെങ്കിൽ 1.5 കോടി രൂപയോളം ചിലവ് ഒരാൾ മരിച്ചു പോയി തന്നെ. അപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ അവിടെ ഉണ്ടായിരിക്കുന്ന ഡാമേജും ഇതുപോലുള്ള ആളുകൾ മരിച്ചു പോകുന്നവരുടെ ഫാമിലീസിനെ ലുക്ക് ആഫ്റ്റർ എല്ലാം കൊണ്ടും ഫൈനാൻഷ്യലി നമ്മളങ്ങ് ബാക്ക്വേർഡായി പോകും. ഇതുകൊണ്ടാണ് സ്വരാജ് പറഞ്ഞത് ചിലപ്പോൾ പൊളിറ്റിക്കലി BJP കാരൻ എന്ന് പറയുന്നത്. ഐ എം എ ഹ്യൂമൻ ബീയിങ്. അങ്ങനെയല്ല, അത് സ്വരാജ് സെഡ് ദാറ്റ് വെരി നൈസ്ലി. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ മൈൻഡ് ഇതാണ്, യുദ്ധത്തിന് ഞാൻ ഇന്നും തയ്യാറാണ്. ഏതൊരു ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടു, ആരെങ്കിലും റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പാങ്ങോട് ECHS ഇൻഫോം ചെയ്യണം. അപ്പോൾ ECHSൻ്റെ ഓഫീസറിൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ട്. ഞാൻ അപ്പം തന്നെ അവനെ കാലത്ത് വിളിച്ചിട്ട് മോനെ IC 42978 മേജർ AK രവീന്ദ്രൻ, സേനാ മെഡൽ, എഴുതിക്കോ വെച്ചോടെ, എപ്പോഴാണെന്ന് വെച്ചാൽ വിളിക്കാന്നുള്ളത്. അപ്പോൾ അവൻ സാർ ടോപ്പിൽ എഴുതി വെക്കടാന്നുള്ളത്. അത് ചിരിച്ചിട്ട് ലൈറ്റ് ആക്കിയിട്ടങ്ങ് വെച്ചു. അത് പക്ഷേ ഇപ്പോഴും നമ്മൾ റെഡിയാണ്. അന്നത്തെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലെങ്കിലും വിൽ പവറിന് ഒരു കുറവുമില്ല. ഇന്നും അതുപോലുള്ള ഒരാളെ ഇടിക്കണമെങ്കിൽ ആ വിൽ പവറുണ്ട്. അതേപോലെ തന്നെ കൈയിനകത്ത് ആ സമയത്ത് വിൽ പവറാണ് കൺവേർട്ടായിട്ട് കൈൻ്റെ കാലിൻ്റെ മുകളിലേക്ക് വരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് മസിൽ നോക്കിയിട്ട് നീ ജഡ്ജ് ചെയ്യല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പാകിസ്ഥാൻ ആണെങ്കിലും ശരി, ബംഗ്ലാദേശ് ആണെങ്കിലും ശരി, യു ഷുഡ് ബി പ്രിപ്പയർഡ്. അവൻ്റെ കയ്യിൽ എന്തെങ്കിലും കാണുമെന്നുള്ളത്. രാജ്യത്തിന് നല്ലത് മാത്രം ഉദ്ദേശിക്കുന്ന ആളുകളായിരിക്കണം രാജ്യം ഭരിക്കുന്നത്. പക്ഷേ ഈ പട്ടാളക്കാരുടെ ലൈഫ് നമ്മൾ സിനിമയിൽ പോർട്രേറ്റ് ചെയ്യുമ്പോഴും പലതും കാണിച്ചു തരാറുണ്ട്. എത്രത്തോളം ബിസി ആയിട്ടുള്ള ലൈഫായിരിക്കും, അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്നതായിരിക്കും ലൈഫ് സ്റ്റൈൽസ് ഒക്കെ. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും അയൺ ചെയ്യുന്നുണ്ടായിരുന്നു സ്വന്തമായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചോദിക്കണമെന്നുണ്ടായിരുന്നു, ചെയ്തു തരില്ലേ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ചോദിച്ചില്ല, എന്നെ വെടിവെക്കണം വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു. അല്ല, അങ്ങനെ ഒരു സ്റ്റൈൽ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ ടൈമിൻ്റെ കാര്യത്തിൽ ഞാൻ ചോദിച്ചു, 27 വർഷമായി ശരിക്കും റിട്ടയർ ചെയ്തിട്ട്, പക്ഷേ ഈ ടൈമിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഈ വാച്ച് നോക്കുകയും ഇല്ലെങ്കിൽ കറക്റ്റ് പഞ്ചലായിട്ട് 11 മണിയെന്ന് പറഞ്ഞാൽ 10:55 ആൾ അവിടെ കാണും. ഇതെങ്ങനെ കീപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പോൾ ചോദിച്ചു. 27 വർഷമായിട്ട് ഈ ചിട്ടയൊന്നും മറന്നില്ലേ എന്ന് ചോദിച്ചു. അത് മറക്കാൻ ആക്ച്വലി എനിക്ക് ഡിഫറെന്റ് ആയിട്ട് പറയാനില്ല. ബിക്കോസ് ഞാനും ഐ ഹാപ്പൻ ടു ബി ആൻ എയർഫോഴ്സ് ഓഫീസേഴ്സ് ഡോട്ടർ. അപ്പൊ ഞങ്ങളും ഈ കുട്ടിക്കാലം തൊട്ട് ഇത് തന്നെയാണ് ചിട്ടകൾ. പറഞ്ഞില്ല ഈ അയൺ ചെയ്യണത് എന്താ ചെയ്യാത്തെന്ന്. ഒരു കാലത്തിൽ ചെയ്യുമായിരുന്നു വെൻ ഹി വാസ് വെരി ബിസി. ഇപ്പൊ പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടാളും വി ഹാവ് ഡിസൈഡഡ് ദാറ്റ് ഞങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് സ്പേസ് ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് ചെയ്യുക. ദാറ്റ് കീപ്സ് യു മച്ച് മോർ വെർച്വലി ഓക്യുപ്പൈഡ്. മനസ്സും ഓക്യുപ്പൈഡ് ആണ്. ഇപ്പം ഞാനും ചെയ്യണമെങ്കിൽ ഞാനും തന്നെ ചെയ്യും. രവിയേട്ടനെ സമയം കിട്ടുമ്പോൾ രവിയേട്ടൻ തന്നെ ചെയ്യും. കിട്ടില്ലെങ്കിൽ
വി ഓഫ് കോഴ്സ് ഐദർ ഓഫ് us ഹെൽപ്പ് ഈച്ച് അതർ. പക്ഷേ ഇത് കുട്ടിക്കാലം തൊട്ട് എനിക്കും ഉള്ളുണ്ട്. ഈ ടൈം ഇസ് ബീൻ വെരി വെരി നൗ ഹി വോണ്ട് ബി എവർ കംപ്ലൈനിങ്. എവിടെയെങ്കിലും ഫംഗ്ഷനിൽ പോയി ഭാര്യൻ്റെ അടുത്ത് എന്താ ലേറ്റ് എന്ന്. മൂപ്പര് 6:45 എന്ന് പറഞ്ഞാൽ 6:25 6:30 ഞാൻ റെഡിയാണ്. ഇപ്പൊ ഞാൻ താഴേന്ന് ഒരു വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അവര് വന്നോ, ഐ വാസ് ഓൾറെഡി റെഡി. അപ്പൊ അതൊരു ശീലമാണ്. ഇറ്റ് ഗെറ്റ്സ് ഇൻ ടു യുവർ സിസ്റ്റം. അത് ബ്ലഡിലാണത്. അത് നമ്മൾ അതിനായിട്ട് ഒന്നും എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ വെൻ യു ഹാവ് ദറ്റ് ഡിസിപ്ലിൻ, നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ആ ഒരു മുഹൂർത്തം 6 മണിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ 7 മണി വരെയ്ക്ക് സ്റ്റേജ് പോലും റെഡിയായി കാണില്ല. ഞങ്ങൾ രണ്ടാളോട് ഫസ്റ്റ് ആയിട്ട് പോയിരിക്കും ഇങ്ങനെ. ഇപ്പൊ ഞാൻ ആ കാര്യത്തിൽ ഇതിൽ ബേസിക്കലി എന്ന് വെച്ചാൽ ഞാൻ കുട്ടിക്കാലം തൊട്ട് കണ്ടിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ അച്ഛൻ കാലത്ത് കുളി കഴിഞ്ഞാൽ മൂപ്പര് പൗഡറും ഇതൊക്കെ ഇട്ട് എണ്ണ കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന വാച്ചാണ്. അത് മരിക്കുന്ന വരയ്ക്കും 93-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. മരിക്കാൻ കിടക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാച്ചാണ്. അപ്പം ഇത് ആ തറവാട്ടിൽ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ ചെറിയച്ഛനും വലിയച്ഛന്മാർ എല്ലാവരെയും കയ്യിൽ. അതുപോലെ തന്നെ നമ്മൾ വാച്ച് കെട്ടാതെ ഇപ്പം ആ ഹയറാർക്കിയിൽ നോക്കിക്കഴിഞ്ഞാൽ 2 പെങ്ങന്മാർ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു പെങ്ങളെയൊക്കെ ഇപ്പോൾ അടുത്ത് കാണാൻ പോയി കഴിഞ്ഞാൽ മേമ എൻ്റെ വാച്ച് അവിടെ പോയി. അവർക്ക് അത് വലിയൊരു കൺസേൺ ആണ്, എന്താണ് ഈ വാച്ച് എന്നുള്ളത്. പക്ഷെ അതായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയുള്ളൊരു ടൈമിൻ്റെ. അതുപോലെ ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞത് നമ്മൾ സമയത്തിനെത്തും. കാർഡിൽ 10 മണിന്നുണ്ടാവും. ഇപ്പം എനിക്കറിയാം ക്രിസ്ത്യൻ കല്യാണത്തിൽ 10 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്ക് എത്തിയാൽ മതി ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ ആ പള്ളിയിൽ ഇത്രയും സംഭവങ്ങളുണ്ടെന്നുള്ളത് അത് ഇപ്പോഴാണ്. നമ്മളവിടെ 9:45 അവിടെ ചെന്ന് നിൽക്കുകയാണ്. അപ്പൊ അച്ഛൻ പോലും വന്നിട്ടില്ല. കപ്പയാർ അവിടെ നിന്ന് നടക്കുന്നത്. ഇതിങ്ങനെയാണ്. പിന്നെ നമുക്ക് ശീലമായി. സോ ഈ സമയം എന്നുള്ളത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഇതിപ്പോൾ ഞാനും ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. സാറിൻ്റെ കൂടെ ഷൂട്ടിന് പോകുമ്പോഴൊക്കെ ഈ ഡിസിപ്ലിൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഡിസിപ്ലിൻ ഒന്നും ഇല്ലാത്ത ലൂസായിട്ടുള്ളൊരു രവി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു രവിയേട്ടൻ ഉണ്ടാവും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ഉപദേശിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യനുണ്ടാവില്ലേ? അതെന്താണ്? അത് ഏതൊക്കെ സൈഡിലാണ്? അത് ദാറ്റ് ഈസ് ദി ഡിഫറെന്റ് സൈഡ് ഓഫ് റിലേറ്റൻ. റിലേറ്റൻ ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഹീസ് എ മാൻ ഓഫ് വേർഡ്സ് ആൻഡ് ആക്ഷൻ ആൻഡ് ഹി കീപ്സ് ഹിംസെൽഫ് ബിസി. തിരിച്ചകത്ത് കയറി വന്നാൽ മുപ്പര് വരും, ചെരുപ്പഴിക്കും, നേരെ ഈ സ്റ്റെപ്പ് കയറി മുകളിൽ വരും. പിന്നെ ഇങ്ങനെ ഒരു മനുഷ്യനെ വീട്ടിൻ്റെ അകത്ത് ഉണ്ടെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഐ ഗെറ്റ് എക്സ്പ്ലോയിറ്റഡ് 2 places. ഇപ്പം ഞാനിപ്പം 6-ാം തീയതി ഞങ്ങൾ 2 പേരും കൂടെ പോവാണ് ഡെഹ്റാഡൂണിലേക്ക്. ഞങ്ങളുടെ ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദറാണ്. 85 ജൂൺ മാസം 8-ാം തീയതി പാസ് ഔട്ട് ആയിട്ടുള്ളവരുടെ ഗെറ്റ് ടുഗദറാണ് 8-ാം തീയതി, 40 വർഷത്തിന് ശേഷം. ഞങ്ങൾ കോഴ്സ്മേറ്റ്സ് ഒരുമിച്ച് കൂടുന്ന സമയത്ത്, അതുപോലെ തന്നെ നാട്ടിൽ പോയ ക്ലാസ്മേറ്റ്സ്. ഇന്നിപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സിൽ ഒരു 50% എന്നെ ഇടാപടമൊന്നും വിളിക്കില്ല, മേജർ സാബ് എന്ന് വിളിക്കുന്ന ലെവലിലേക്ക് ഉണ്ട്. ചിലർ ആ ഇടാപട, അതൊക്കെ ഒരു രസമാണത്. അവിടെ ഞാൻ എക്സ്പ്ലോയിറ്റ് ആവും. അവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഔട്ടായിട്ട് തെറിവിളിയും അത് ഇത് എല്ലാം കൂടെ. കാരണം ആ തെറിക്ക് അർത്ഥമൊന്നുമില്ല. മറ്റത് നേരെ വിളിച്ച് ഒരു തെറി, ഓ ഇയാൾ തെറി. ഞങ്ങൾ ഈ ബാച്ച് മേറ്റ്സ് കൂടുന്ന സമയത്ത് ഇന്നലെ ഞാനൊരു മെസ്സേജ് ഗ്രൂപ്പിലിട്ടു. ഞങ്ങളുടെ ഈ ഏകദേശം 230ഓളം ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിലിട്ടു. അപ്പോൾ അത് ആ വേർഡ് ഞാൻ ഇവിടെ പറയുന്നില്ല. അങ്ങനെ തെറി വിളിച്ചുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിലിട്ടത്. എനിവൺ വാണ്ട്സ് എനിത്തിങ് ഫ്രം കേരള ഐ ഗെറ്റ് ഇറ്റ് എന്നും പറഞ്ഞത്. അപ്പോൾ അതിന് മറുപടി വരുന്നതാണ് ഏറ്റവും നല്ല രസം. സാലെ तू चेंज नहीं हुआ है, तेरी लैंग्वेज ऐसे ही है, अच्छा ऐसा करना, मेरे को कोकोनट का चिप्स भेजना. तो ഞാൻ ഇവിടുന്ന് തിരിച്ചു വെച്ചു, നീ കള്ള് കുടിക്കാതെ തന്നെ ഡൗൺ ആയിടാന്ന്. ആ സോറി കോക്കനട്ട് ഇതല്ല, ബനാന ചിപ്സ്. ഇങ്ങനെയൊക്കെ നമ്മൾ വേറെ ലെവലിൽ പോകും. അത് ആ സമയത്ത് ഐ എം വെരി ഫ്രീ. അതുപോലെ ചിലപ്പോൾ ഉമ്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എന്നെ ജ്യൂസിലൊക്കെ ലിക്കർ നമ്മളറിയാതെ എടുക്കും. നമ്മൾ കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് എന്തുകൊണ്ട്. കാരണം അവർക്ക് തന്നെ മനസ്സിലാവും ഞാൻ ചിരിക്കാൻ തുടങ്ങും, ചടികാ സാലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ആ സൈഡിൽ ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ഓപ്പൺ ഔട്ട് ഉണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഓട്ടം എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനും എന്തൊക്കെയോ ചെയ്തു തീർക്കാനും ഒക്കെ ഉള്ള ആ ഒരു ഓട്ടത്തിനകത്ത് പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ മറന്നുപോയോ എന്നുള്ളൊരു തോന്നുന്നുണ്ട്. ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, ഐ വോണ്ട് ടു ജസ്റ്റ് ട്രാവൽ ഫ്രീ. ആരുമില്ല, ഒരാളോട് ചോദിക്കാനും പറയാനൊന്നുമില്ല, ഇങ്ങനെ പോവുക. അതിനനുസരിച്ച് 1-2 ഫ്രണ്ട്സ്, എനിക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഭാര്യയോടോ മക്കളുടെ അടുത്തോ ഓപ്പൺ ഔട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്. ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. ഇറ്റ്സ് എ ഫാക്ട്. കാരണം ഇത് ഇവരോട് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യമൊക്കെ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഇവർക്ക് എടുക്കാൻ പറ്റിയില്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ അതല്ല, അവർക്ക് തമാശയായിട്ട് തന്നെ എടുക്കും. അത് തെറിയാണെങ്കിലും ഓക്കെ, മറ്റൊരാളെ കളിയാക്കി എന്ന് പറഞ്ഞാലും അവിടെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഈഗോ പ്രോബ്ലം വരും.
ഓ എന്നെ കളിയാക്കി, എൻ്റെ അച്ഛനെ കളിയാക്കി, എൻ്റെ അമ്മാമനെ കളിയാക്കി, എൻ്റെ വരും. ആ അപ്പം വിട്ടേക്കുന്നത് നിൻ്റെ ആയി എൻ്റെ ആയി ഇതൊക്കെ വിട്. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും ഉണ്ട് അങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം ലാലിൻ്റെ കൂടെ ലാലിനേക്കാളെല്ലാം കൂടുതലായിട്ട് ഞാൻ ഈ എൻ്റെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് പട്ടാളത്തിലാണ്. ഒരുമിച്ച് ട്രെയിനിങ് ചെയ്തതും ഒരുമിച്ച് അടി വാങ്ങിച്ചതും ഇടി വാങ്ങിച്ചതും പണിഷ്മെൻറ്റ് വാങ്ങിച്ചതും എല്ലാം ഒരുമിച്ചിട്ട്. പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടില്ല. നീ കാരണം എനിക്ക് ഈ പണിഷ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. സിവിൽ ലൈഫിൽ അങ്ങനെയല്ല. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളെന്ന് പോലീസ് ഇപ്പം എൻ്റെ പേരിൽ 2-3 ചീറ്റിംഗ് കേസ് എന്ന് പറയുന്നത് വേറൊരു തന്നെയാണത്. ആ തണ്ടി അത് അടിച്ചുകൊണ്ട് പോയി എന്നിട്ട് പക്ഷേ പേര് എൻ്റെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളിത് കയറി ഇറങ്ങിയിട്ട് പിന്നീട് പോലീസ് അത് എഴുതി തള്ളും. പക്ഷെ വല്ലവനും ചെയ്തതിൻ്റെ മുകളിൽ പട്ടാളത്തിൽ ഒന്നാമത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. ആ മിസ്റ്റേക്ക് കാരണം നമ്മൾ കംപ്ലീറ്റ് ആൾക്കാർക്കും കിട്ടും പനിഷ്മെൻറ്റ്. നമ്മൾ ആരെയും കുറ്റം പറയില്ല. കാരണം നാളെ ആ മിസ്റ്റേക്ക് ഞാനായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവരൊക്കെ വരും. അപ്പം അങ്ങനെയുള്ളതാണ് ആ പട്ടാളത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് എന്ന് പറയുന്നത്. അതിപ്പം ഇവിടെ ഇപ്പം വരുന്ന സമയത്ത് കൂടെ വരുന്നുണ്ട്. 7-ാം തീയതി 8-ാം തീയതി കാണാം. എല്ലാം ഇപ്പോൾ വയസ്സായി താടി നിലയ്ക്ക് നരച്ചിട്ടുള്ള ആളുകളൊക്കെ. പക്ഷേ എങ്കിലും ഞങ്ങളുടെ ലാംഗ്വേജ് അവിടെ വന്നാൽ ഇവർക്ക് അറിയാം എന്താണ് ആ പഴയ 40 കൊല്ലം മുമ്പത്തെ ഫീലായിരിക്കും അവിടെ. ചെറുപ്പത്തിലൂടെ അങ്ങ് പോവാണ്. അതാണ് ഇത്രയും ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്ത് വരുന്നത്. എത്രയോ പൈസ ചിലവാക്കിയിട്ട് ലക്ഷങ്ങളാണ് ഈ ഗെറ്റ് ടുഗദറിന് ചിലവാകും ഞങ്ങളുടെ അടുത്ത് കോൺട്രിബ്യൂഷൻ വാങ്ങിച്ചിട്ട്. പക്ഷേ ആ 2 ദിവസം എന്ന് പറയുന്നത് യു വിൽ റിവൈവ്. നമുക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവർ പറയും. യെസ് इसने ऐसा किया था वो ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഇത് ചെയ്ത്. അപ്പോൾ നമ്മൾ ഞാൻ അങ്ങനെ ചെയ്തത് നീ മറ്റേ ഇൻസ്ട്രക്ടറിനെ അത് ചെയ്തില്ലത്. അതൊരു റിവൈവിങ് ആണ്. യു വിൽ ഗെറ്റ് റീജുനേറ്റഡ്. അപ്പോൾ ഇവർ വൈഫുമാർ ഇവർ അന്തം വിട്ട് നോക്കും എന്താണ് ഇങ്ങനെ ഈ ഒരു സ്വഭാവം. ദിസ് ഇസ് വാട്ട് ഈസ് മേജർ രവി എന്നുള്ള വ്യക്തി ഇതാണ്. ഇപ്പം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളുടിക്കാത്ത വലിയൊരു പ്രശ്നമാണ്. പലപ്പോഴും നിങ്ങളുടെ ഈവനിങ് സോഷ്യൽ ഈവനിങ് എന്നൊക്കെ പറയുന്നത് അത് ജനറലി ഈ കള്ളുടിയന്മാർ എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിച്ച് 10:30-11 മണി വീട്ടിലെത്തുമ്പോഴത്തേക്കും 11:45 12 മണിയൊക്കെ ആവും. എൻ്റെ എങ്ങനെയാണ് 7 മണിക്ക് നമ്മൾ വീട്ടിൽ കയറി 8 മണിക്ക് ചാപ്പാട് കഴിച്ചു 8, 9, 10 മണിയാകുമ്പോഴത്തേക്കും കയറി കിടന്നു ഉറങ്ങിപ്പോയി. പക്ഷെ വീട്ടിൽ വന്ന് വൈഫിൻ്റെ അടുത്ത് സംസാരിക്കില്ലെന്നാ പരാതി. ഈ പരാതി പരിഹരിക്കണം. പരാതി കൂടെ പരിഹരിക്കണം. പരാതികൾ കാരണം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം ലൂസ് ചെയ്തു. ഇപ്പൊ ഞങ്ങളെല്ലാം വിട്ടു. ചില കാര്യങ്ങൾ ചില ഫേസിൽ നമ്മൾ വിടുന്നതാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നല്ലത്. അതേപോലെ ഈ അടുത്തൊരു പരാതി ഞാൻ കേട്ടത്, ഇപ്പൊ എന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹഗ് കിട്ടും. കിടില ഹഗ്ഗാണ്. അപ്പോൾ നമുക്ക് ആ ഊഷ്മളത നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇത് പല സമയത്തും പല സ്ഥലത്ത് പോകുമ്പോഴും ഭാര്യയ്ക്ക് കിട്ടിയിട്ടില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഇല്ലേ? സത്യല്ലേ ഞാൻ പറയുന്ന? സത്യമാണ്. പരസ്യമായിട്ട് പോയിട്ട് ഭാര്യനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണം. അല്ലല്ല, എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ യാത്ര പോകുമ്പോൾ ഒക്കെ മിസ് ചെയ്തിട്ടില്ലേ? അങ്ങനെ 101%. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു പോകണം ഗോയിങ് ഔട്ട്. തൊട്ടപ്പുറത്ത് കടയിൽ പോയാലും ശരി. പിന്നെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. സോ ഓൾവേസ് ദ ലാസ്റ്റ് ടച്ച് മാറ്റേഴ്സ് എ ലോട്ട് എന്ന് എപ്പോഴും പറയാറുണ്ട്. അത് ചില സമയത്ത് പറഞ്ഞ ഉടനെ 2 ദിവസമൊക്കെ അത് കാണും കേട്ടോ. 3-ാമത്തെ ദിവസം ഞാനിങ്ങനെ ഓടി പോകുമ്പോ ആള് പോയി. പക്ഷെ ഞങ്ങളെ കാണുമ്പോ ഭയങ്കര സ്നേഹം കിട്ടുന്നുണ്ടല്ലോ ഞങ്ങക്ക്. അത് കാരണം നിനക്ക് എന്നോട് പ്രശ്നങ്ങളൊന്നുമില്ല, എന്നോട് പ്രശ്നമൊന്നുമില്ല. അല്ല ഭാര്യ അവിടെ ഉണ്ട്, നമ്മള് കാത്തിരിക്കും. ഇവിടെ വരും എന്നെ ഹഗ് ചെയ്യും. അവള് ഹഗ് ചെയ്യില്ല, അപ്പൊ ഞാനും ചെയ്യില്ല. അപ്പൊ അവൾക്കും ആവല്ലോ അത്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ മാത്രം കുറ്റം പറയുന്നു. പക്ഷെ സാറിന് അറിയാലോ നമുക്ക് കിട്ടും, കറക്റ്റായിട്ട് സ്നേഹം കിട്ടും. ആ സ്നേഹം കിട്ടുന്നത് എല്ലാവർക്കും കൊടുക്കാനും സാറ് ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇവിടെയും കൂടെ കുറച്ച് കൊടുത്തുകൂടായിരുന്നു എന്നാണ് ചോദ്യം. ഇവിടെ കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല മോനെ. ഇപ്പൊ പോയിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ആധ്യാത്മിക ലൈനാണ്. അമ്പലങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഇതിലൊക്കെയാണ്. ഞാൻ പറയുന്നത് എന്ത് വേണം ചെയ്യും, വയ്ക്കോ. വേറെ വൈ യു ആർ ഗെറ്റിംഗ് ഹാപ്പിനെസ്. കുംഭമേളയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് 1.5 ലക്ഷം രൂപയുടെ ടിക്കറ്റ് കൊടുത്തിട്ട് 2 ദിവസം. ഞാൻ ഒരിക്കലും നോന്ന് പറയില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ട് പോയില്ല? ബിക്കോസ് എനിക്കറിയാം ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഡസ്റ്റ് കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തു എൻ്റെ കാര്യങ്ങൾ. എനിക്ക് പിന്നെ ഈ വല്ലാതെ ക്രൗഡ്, തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലവ് ഇറ്റ്. ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊക്കെ പോകുന്ന സമയത്ത് യു ഗെറ്റ് സഫോക്കേറ്റഡ്. അപ്പം അതിന് ഓരോ സമയത്ത് നമ്മൾ ബാക്ക് ഔട്ട് ചെയ്യണം. ഭാര്യ എനിക്ക് സഫോക്കേഷൻ എന്നല്ല പറഞ്ഞത്. കൊടുക്കട്ടെ
ഭാര്യ എനിക്ക് സഫോക്കേഷൻ ആണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാലമാണ് suffocation. മേജർ ഭാര്യയെ കുറിച്ച് പറഞ്ഞത് കേട്ടോ? കേട്ടോ തമ്മയിലൊക്കെ ഇട്ട് കൊടുക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിലും നാട്ടുകാർ ആൾക്കാർ കൊടുത്തോളൂ. ഈ സിനിമകളുടെ കാര്യം പറയുമ്പോൾ പട്ടാളക്കഥകള് കുറച്ച് കൂടിപ്പോയി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വിചാരിക്കാത്ത ഒരു പട്ടാളക്കഥയുമായിട്ട് വീണ്ടും വരുന്നത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഉള്ളിൽ കിടപ്പുണ്ട് ഇപ്പോഴും. ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ട് ആ പാട്ട് കേട്ട എന്താന്ന് വെച്ചാൽ അത്രയും മനോഹരമാണ്. ആ പാട്ടിൽ തന്നെ നമുക്ക് ഉണ്ട്. അതിനകത്ത് അഭിനയിച്ച പട്ടി പിന്നീട് മരിച്ചു പോകല്ലേ സാറേ? അത് എന്താ ശരിക്കും സംഭവിച്ചത്? അതെന്താ വെച്ചാല് ആ പെട്ടി ബേസിക്കലി പട്ടാളത്തിന്റെ സ്നിഫർ ഡോഗാണ്. അപ്പം എനിക്ക് ഡോഗ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഇതിന് റെസ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവന് റെസ്റ്റ് കൊടുക്കണം. അതിനൊരാളുണ്ടാവും കൂടെ. അപ്പോൾ അവനെ കൊണ്ടുവന്നിട്ട് ചാപ്പാട് കൊടുക്കും, മുട്ട കൊടുക്കും. അപ്പം അവിടെ ആയപ്പോഴത്തേക്ക് എന്ത് പറ്റും, ഷൂട്ടിങ് സമയത്ത് എല്ലാവരും ഒരു മുട്ട ബോയിൽ ചെയ്ത് കാലത്തുള്ളത് പോക്കറ്റിലുണ്ടാവും ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവനത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ കൊളസ്ട്രോൾ കൂടി കാണുമായിരിക്കും. ബട്ട് ദെൻ വി വർ വെരി ക്ലോസ് ടു ദാറ്റ്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഒരു ദിവസം യൂണിറ്റിൽ നിന്ന് ഈ 100 ചില്ലാനം ആളുകൾ എല്ലാവരും അറ്റാച്ച്ഡ് ആയിരുന്നു. ആരോ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു, സാറേ ബക്കാടി പോയി എന്ന് പറഞ്ഞു. നമ്മൾ ബക്കാടി പോയെന്ന് അത് സാറേ അത് എൻകൗണ്ടറിൽ വെടികൊണ്ട് മരിച്ചു പോയി എന്ന് പറഞ്ഞു. അന്ന് രാത്രി മുഴുവൻ ഈ പിക്കറ്റ് 43 യൂണിറ്റുകാർ അവിടെ വർക്ക് ചെയ്തിരുന്നവരെല്ലാവരും വി ഓൾ വെർ റിയലി സാഡ് അബൌട്ട് ഇറ്റ്. അവൻ എൻകൗണ്ടറിന് പോയിട്ട് അവന്മാർ അതാണ് പറഞ്ഞത്, അവന്മാർക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞൊക്കെ വിട്, മൃഗീയമായിട്ടുള്ളതെന്ന് പറയാനും പറ്റില്ല. അത്രയും ഒരു പട്ടീനെയൊക്കെ വെടിവെച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിഫറാണ്. അത് സൈഡിൽ കൂടെ പൊയ്ക്കോട്ടെ, നിങ്ങളുടെ ശത്രുത ആൾക്കാരായിട്ടാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വളരെയധികം വിഷമിച്ചു. അതിന് മുമ്പത്തെ ഒരു ഓപ്പറേഷനിലാണ് മുകുന്ദ് വരദരാജ് മരിച്ചുപോയത്. അമരൻ സിനിമയുടെ കഥ അതിൻ്റെ ബേസിലായിരുന്നു. ആ സിനിമ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. കാരണം ഇങ്ങനൊരു പിക്കറ്റ് ഇതിൻ്റെ തുടക്കം എങ്ങനെയാണെന്നറിയാം. ആ സിനിമയുടെ ഞങ്ങൾ സലാം കാശ്മീർ എന്ന് പറഞ്ഞ് ജോഷിയേട്ടൻ്റെ ഒരു പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനും ജയറാമും കൂടെ ഗുൽമർഗ് എന്ന് താഴത്തേക്ക് ജമ്മു ഹോട്ടലിലേക്ക് വരാം. അപ്പോൾ വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ വലിയൊരു മലയുടെ മുകളിൽ ഒരു ബങ്കർ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ ജയറാമിൻ്റെ അടുത്ത് ചോദിച്ചു, രവിജി അവിടെ മുകളിലൊക്കെ ആ ബങ്കറിൽ ഒറ്റയ്ക്ക് പട്ടാളക്കാരൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതെൻ്റെ മനസ്സിലിങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് അങ്ങനെ ഞാൻ റിവൈൻഡ് ചെയ്ത് 96 ഞാൻ കാർഗിലുണ്ടായിരുന്ന സമയത്ത് ഇതുപോലൊരു പിക്കറ്റ് 43 അല്ല, അത് പോസ്റ്റ് 43 ആയിരുന്നു ഒറിജിനൽ. അപ്പോൾ അത് ഞാൻ കാണാൻ പോയ സമയത്ത് രാത്രിയിൽ അവിടെ നിന്ന് നോക്കിയാൽ നേരെ മുമ്പിൽ പാകിസ്ഥാൻ്റെ ഫ്ലാഗ് കിടന്ന് ആടുന്നുണ്ട്. അവിടെ രാത്രിയിൽ ഫ്ലാഗൊന്നും ഊരി വയ്ക്കില്ല, മറ്റത് ഫ്ലാഗ് ഊരി വയ്ക്കണേ. ഇവിടെ അവൻ്റെ ബങ്കറിന് മുകളിൽ പാകിസ്ഥാൻ ഫ്ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവന്മാരുടെ അടുത്ത് ചോദിച്ചു, എടാ ഇത്ര അടുത്ത പിക്കറ്റ് അവന്മാരുടെ? അപ്പോൾ അവന് അടുത്താണ് സാർ, പക്ഷേ മലയുടെ എഡ്ജിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മളിവിടെയാണ്, അവരിവിടെയാണ്, ഇതിൻ്റെ ഇടയിൽ വലിയൊരു ഗർത്തമുണ്ട്. അപ്പം അതുകൊണ്ട് അത് പ്രശ്നമല്ല. എന്നാലും ഞാൻ വിചാരിച്ചു, അപ്പോൾ അതെൻ്റെ മനസ്സിൽ കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ ഒരു പിക്കറ്റിലും ഒരിക്കലും ഒരാൾ ഒറ്റയ്ക്ക് ഉണ്ടാവില്ല. അത് ഞാൻ സിനിമാറ്റിക്കലി ചെയ്ത പണിയാണത്. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഫീല് കിട്ടുള്ളൂ. കാരണം ഒറ്റയ്ക്ക് ഇരിക്കുന്നവൻ മറ്റവനുമായിട്ട് ബന്ധം, കാരണം അവൻ ആരോടെങ്കിലും സംസാരിക്കണ്ടേ. അപ്പം അതിൽ 2 വിധക്കാരെ കാണിച്ചു. ഒന്ന് അപ്പുറത്തന്നെ ഒരു വൃത്തിയിട്ടാണ്, അവൻ ഇടയ്ക്കിടയ്ക്ക് വെടി വെച്ചിരുന്ന. പിന്നെ ജാവേദ് ജാഫറി വരുമ്പോഴാണ് അവൻ 4 വെടിയും വെച്ചിട്ടൊക്കെ തിരിച്ചങ്ങ് പോകുന്നു. ജാവേദ് ജാഫറിയും കഴിയുന്ന അവൻ ജാക്കറ്റൊക്കെ ഊരിയിട്ട് തോക്കൊക്കെ കൂളായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പം എല്ലായിടത്തും ഉണ്ട് നല്ല മനുഷ്യന്മാർ. അവൻ കൂളായിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ രാജു ടെൻഷനിൽ, രാജു പക്കാട്ട് എന്നിട്ട് ഇവന് വെട്ടുണ്ട്, അവൻ നിൽക്കണമൊക്കെ അവന് നമ്മളെ പേടിയില്ലേ, അവൻ സംശയമായി. അങ്ങനെയാണ് ആ ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്തത്. ബിൽഡപ്പ് ചെയ്തിട്ട് എന്തായി, പാട്ടിൻ്റെ മുകളിൽ കൊണ്ടുവന്നെത്തിച്ചു. അവിടെ നിന്ന് അങ്ങനെയാണ് തുടങ്ങുന്നത്. പാട്ട് കേട്ടു, പാട്ട് പെട്ടെന്ന് നിർത്തി മാറ്റിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഷൗട്ടിങ് വരുന്നു, അരേ ഓ ലതാജിക്ക് ഗാനാ തോ ഊഞ്ചാ രഖാനാ, മുഹമ്മദ് റാഫിക്ക് ഗാനാ. നമ്മൾ പക്കാടി നീ വല്ലതും കേട്ടോ. അപ്പം എന്താ വെച്ചാൽ ഇങ്ങനെയാണ് ആ ക്യാരക്ടറെ ഞാൻ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വന്നത്. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാവും. ഒറ്റപ്പെട്ടു പോകുന്ന 2 മനുഷ്യർ തമ്മിൽ, അവിടെ നിങ്ങളുടെ ശത്രുതയില്ല, കമ്പിവേലികളില്ല. അപ്പം മനുഷ്യന്മാർ തമ്മിൽ ആക്ച്വലി ദർ ഇസ് നോ എനിമിറ്റി. യു ഡ്രോ ഇറ്റ്. നിങ്ങൾ കമ്പിവേലി കെട്ടിയിട്ട്, ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നൊരു ലവ് സ്റ്റോറി ഉണ്ട്, അതിൻ്റെ ക്ലൈമാക്സിൽ ഇതുപോലെ തന്നെ ഞാൻ നിന്നെ സർപ്രൈസ് ചെയ്യിപ്പിക്കും. ഈ വരകളാണ് പ്രശ്നങ്ങൾ മുഴുവൻ. ഇത് മനുഷ്യന്മാർ വരച്ചിടുകയാണ്. എന്നിട്ട് നീ അപ്പുറത്ത് ശത്രു, ഇപ്പുറത്ത് ശത്രു. അല്ലാതെ അപ്പുറത്തും ഇത്രയും ഇപ്പുറത്തും ഇത്ര എന്ന് പറയുന്നില്ലല്ലോ. അപ്പം ഇതാണ് ഞാൻ ആ പിക്കറ്റ് 43 കൊണ്ടുവന്നത്. അവിടെ ഞാൻ ഈ എൻ്റെ ക്യാരക്ടറിന് സംസാരിക്കാൻ ഒരാൾ വേണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ബക്കാടീനെ കയറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം എല്ലാം കൺവേ ചെയ്യുന്ന ഓഡിയൻസിലേക്ക് ബക്കാടി ത്രൂ ആണ്. അത് കഴിഞ്ഞാൽ അപ്പുറത്ത് അവനും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയപ്പം പിന്നെ ബക്കാടി ബിക്കം എ പാർട്ട് ഓഫ് ഇറ്റ്, ദാറ്റ്സ് ഓൾ. പിന്നെ അവരും ഫ്രണ്ട്ഷിപ്പായി.
ഈവൻ ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ, ഇന്ത്യയും പാകിസ്ഥാനും ഫ്രണ്ട്ഷിപ്പിന്റെ കൈ കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് അവരും റേഡിയോ ന്യൂസ് കേട്ടിട്ട് ഇറങ്ങി നിന്നിട്ട് രണ്ടുപേരും കൈ കൊടുക്കും. സോ ഇറ്റ്സ് ഓൾ സിംബോളിക്. സോ ഐ വാണ്ട് ശത്രുതയില്ലാത്ത, ബോർഡറുകളില്ലാത്ത ഒരു രാജ്യം. അപ്പോൾ ചോദിക്കും നിങ്ങളൊരു പട്ടാളക്കാരനെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മറ്റു രാഷ്ട്രം ചെയ്യുന്ന തെറ്റ്, മറ്റു രാഷ്ട്രം ചെയ്യുന്ന അതിക്രമങ്ങളെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പട്ടാളക്കാർ. തീർച്ചയായിട്ടും. അല്ല അപ്പുറത്ത് പോയിട്ട് വെറുതെ പോയിട്ട് അടിക്കാനല്ല. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം അതാണ്. ഇന്നേ വരെ നമ്മൾ ഒരു രാജ്യത്ത് പോയിട്ട് അല്ല, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മാം, പിക്കറ്റ് 43 കുറിച്ചുള്ള മാമിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും, ഇഷ്ടം ഉണ്ടാവും. പടത്തിനെ കുറിച്ചൊന്ന് പറയൂ. ആക്ച്വലി സ്റ്റോറി ലൈൻ എനിക്ക് അറിയില്ലായിരുന്നു. ആസ് യൂഷ്വൽ ഞങ്ങൾ ജനറലി ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാറില്ല. സോ ഞാനത് പോയി തിയേറ്ററിൽ കണ്ടപ്പം ആക്ച്വലി ഐ വാസ് വെരി സർപ്രൈസ്ഡ്. ഞാൻ പൃഥ്വിരാജ്, യെസ്, ലൊക്കേഷനിൽ ഞാൻ ഒരു ദിവസം പോയിരുന്നു. മൂപ്പര് ബർത്ത്ഡേ ആയിരുന്നു, അതിനു വേണ്ടി പോയി 2 ദിവസം കൂടെ നിന്നു. സോ ഐ ന്യൂ ദർ ഇസ് സംതിങ് ഹാപ്പനിങ് അഗെയിൻ കണക്റ്റഡ് ടു ദി വാർ. തിയേറ്ററിൽ പോയി കണ്ടപ്പം ഐ വാസ് ഹൈലി ഇംപ്രസ്ഡ് അബൌട്ട് മൈ ഹസ്ബൻഡ്. അത് പറഞ്ഞോ പറഞ്ഞില്ലെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ബിക്കോസ് ആ ഒരു പടത്തിന്റെ ഒരു ഫ്ലോ ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് ഇമോഷണൽ, സെന്റിമെന്റൽ, അതിന്റെ കാലം കൂടുതൽ ഇത് ലൈക്കിങ്, ഒരു സ്നേഹം. അത് ഓപ്പോസിറ്റ് കൺട്രി, അപ്പുറത്തെ കൺട്രി ആയാലും ശരി, ബട്ട് ബിറ്റ്വീൻ ദാറ്റ് വാസ് സംതിങ് ബിയോണ്ട് മൈ ഇമാജിനേഷൻ. ബിക്കോസ് ഇങ്ങോട്ട് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് എപ്പോഴും ടഫാണ്, പുറത്ത് ഇങ്ങനെ വിട്ട് സംസാരിക്കില്ല. ഇറ്റ് ഇസ് മോർ വിത്ത് മീ. ഇറ്റ് ഇസ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ളൊരു ബിഹേവിയർ ആണ് പറയുന്നത്. ഔട്ട്സൈഡ് ഇസ് എ വെരി ഡിഫറെന്റ് മാൻ. സോ ഹീസ് ഗോട്ട് 2 faces ആക്ച്വലി. 2 മുഖങ്ങളുള്ള മേജർ വെളിവാകുന്നു. What he is outside is not inside. വീട്ടില് ടോട്ടലി ഒരു ഡിഫറെന്റ് പേഴ്സൺ ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാണുമ്പം ഐ ഓൾവേസ് ഇമാജിൻ അതെന്താ അവിടുത്തെ ക്യാരക്ടർ ഇവിടെ വരാത്തത്? Why he is like that outside and why he is not like this inside? It has been always an analytic. എൻ്റെ മൈൻഡിൽ എപ്പോഴും വരുന്ന ഒരു തോട്ട് പ്രോസസ് ആണ്. അതൊരു യൂത്ത്ഫുൾ ഏജിൽ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അത് എവിടെ ഹി കീപ് സെയിങ് ഇറ്റ്സ് എൻ ഈഗോ. ഇറ്റ്സ് നോട്ട് എൻ ഈഗോ, ഇറ്റ് ഇസ് എ സ്റ്റഡിങ് പ്രൊസീജിയർ. ഞാൻ കുറെ ആലോചിച്ച് നോക്കി, വാട്ട് ഇസ് ഇറ്റ്, എന്നിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, എന്നിൽ എന്തെങ്കിലും ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റുമോ, ആം ഐ നോട്ട് ദ റൈറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ ഫോർ ഹിം, എന്താ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ മൂപ്പര് എൻ്റെ അടുത്ത് പറയാത്തത്, ഒരാൾ പുറമേ ഉള്ള ഒരാൾ എൻ്റെ അടുത്ത് പറയുന്നത്. എനിക്കതൊരു ഭയങ്കര വിഷമമായിരുന്നു. അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. നമ്മൾ എന്തേന്ന് ചോദിച്ചു. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി ലിങ്ക് കണക്റ്റഡ്. ഞാൻ മൂപ്പരുടെ അടുത്ത് വാട്സപ്പോ ഇൻസ്റ്റാഗ്രാം ഐ ഡോണ്ട് ഷെയർ എനിത്തിങ് ഓഫ് ഹിസ് ആക്ഷൻസ്. അപ്പൊ എനിക്കൊന്നും അറിയില്ല പുറമെ എന്താ നടക്കണമെന്ന്. അതുമാതിരി തന്നെ ദിസ് പിക്കറ്റ് 43 വാസ് റിയലി റിയലി എ സർപ്രൈസിംഗ് മൂവി ആൻഡ് ഇറ്റ് ഇസ് വൺ ഓഫ് മൈ ബെസ്റ്റ് മൂവി ഐ ക്യാൻ സേ. എനിക്ക് എവിടെയോ കീർത്തി ചക്ര took a little step back because this movie had everything that I think any person, any woman, any girl could be passionate about. ഒരു ആർമി പേഴ്സന്റെ സാക്രിഫൈസ്, ഹിസ് ലവ് ഫോർ ദി കൺട്രി, ഹിസ് ലവ് ഫോർ ദി പെറ്റ്, അതൊക്കെ എല്ലാം ഒരു സമപ്പ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. അത് ഇന്നും ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം മൂവി ഫോർ മീ. അങ്ങനെ ഒരു മനുഷ്യൻ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. യുനോ, പക്ഷേ മസ്റ്റ് ബി ഹീസ് ഇൻട്രോവേർട്ട്. ആ കാര്യത്തിൽ മൂപ്പര് അങ്ങനെ കാണിക്കില്ല. ലിസീസ് എനിക്ക് സ്നേഹം അകത്തുണ്ട്. അപ്പൊ ഈ അകത്ത് പോയിട്ട് ഇനി ഞാൻ ഓപ്പൺ ഹാർട്ട് സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറമെ കാണിച്ചാൽ ഓക്കെ. അതെ, ഈ പുറമേ കാണിച്ചപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് മേജർ രവിക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു മനസ്സുണ്ടെന്നുള്ളത്. നമ്മൾ മേജർ രവിയെ അടുത്ത് കൂടുതൽ അടുക്കാം, കുഴപ്പമില്ല, വെടിവെക്കില്ല എന്ന് തോന്നുന്നൊരു അവസ്ഥ ഉണ്ടാക്കിയത് പിക്കറ്റ് 43 ആണ്. രജനി ഇത് കേട്ടിട്ട് കരഞ്ഞതാണോ? പിക്കറ്റ് 43 കൊള്ളാന്ന് പറഞ്ഞ് കേട്ടിട്ട് കരഞ്ഞതാണോ? അല്ലല്ലോ, എന്റെ കണ്ണന് ചില ഈ ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ അതെ, ഭാര്യ പറഞ്ഞത് കേട്ട് സങ്കടം വന്നു. സങ്കടമൊക്കെ വരും, ഞാൻ ഇമോഷണൽ ആണ്. അതെ സാർ പറഞ്ഞു. പക്ഷെ ഇതില് സങ്കടമൊന്നും വന്നിട്ടില്ല. അല്ല, പക്ഷെ ഇത്രയും നന്നായിട്ട് പവർഫുൾ ആയിട്ട് ആ സിനിമയെ കുറിച്ച് പറയണ മുമ്പ് കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. ഓക്കെ. പലപ്പോഴും മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഒരു കാലത്ത് എന്നെ ഭയങ്കരമായിട്ട് വെറുത്തിരുന്നു. ഞാൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞിട്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് രാഷ്ട്രീയപരമായിട്ട് പലരും അടിച്ചിറക്കിയിട്ടാണ്. നേരത്തെ സ്വരാജ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു കറക്ഷൻ സ്വരാജിൻ്റെ അടുത്ത് എനിക്ക് പറയണമെന്നുണ്ട്. BJP-കാരനായിരുന്നു, ഇടയ്ക്കുന്ന കോൺഗ്രസ് പോയി. ഞാൻ ഒരിക്കലും ഒരു പാർട്ടിയിലും ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒന്നിലും ഒരു മെമ്പർഷിപ്പ് ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. എന്നെ രമേശ് ചെന്നിത്തല ചേട്ടൻ അന്ന് അവർ കേരള യാത്ര നടത്തിയ സമയത്ത് പട്ടാമ്പി വിളിച്ചപ്പം അവിടുത്തെ MLA ആയിരുന്നു CP മുഹമ്മദ്. എന്നെ വിളിച്ചു, നിങ്ങളെ ആദരിക്കേണ്ട കേട്ടോ, നിങ്ങളൊന്ന് വരണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അവിടെയും ആദരവ് സ്വീകരിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെയായിരുന്നു തൃപ്പൂണിത്തറയിലും. പക്ഷെ അവിടെ നിന്ന് അന്ന് അത് ആർക്കും ഒരു പ്രശ്നമല്ലായിരുന്നു. പക്ഷെ തൃപ്പൂണിത്തറ വന്നപ്പോഴത്തേക്കും അത് പെട്ടെന്ന് ന്യൂസ് പരന്നു, മേജർ രവി കോൺഗ്രസിലേക്ക്. ഞാൻ കോൺഗ്രസിലേക്ക് ചേർന്നില്ല. അവരവിടെ മെമ്പർഷിപ്പ് കാർഡുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കാരണം ഞാനൊരു ന്യൂട്രൽ മാനാണ്, എനിക്ക് എവിടെയും പോകാമായിരുന്നു ഇന്ന പാർട്ടി. പക്ഷേ എൻ്റെ ചായ്മ ഇപ്പോഴും RSSനോടും BJPയോടും തന്നെയാണ്. കാരണം ഞാൻ ശാഖയിൽ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ശാഖയിൽ പോകുന്ന സമയത്ത് പോലും ഞാൻ സ്കൂളിൽ KSUക്കാരനായിരുന്നു. കാരണം അവിടെ KSU SFI മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം പഴയ നെഹ്റു ഫോളോവേഴ്സും ഇതൊക്കെയാണ് ഞങ്ങളുടെ ആ തറവാടെന്നൊക്കെ പറയും. അപ്പോൾ അതിൽ KSU, പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും KSUക്കാരാണ്. അല്ല അവിടെ പാർട്ടിയുടെ ആശയം എന്താണ് അതിനെ ഫോളോ ചെയ്യുന്നവരൊന്നല്ലായിരുന്നു. മുദ്രാവാക്യം വിളിക്കുന്നതന്നെ അതൊരു ഹരത്തിന് വേണ്ടി, എന്ത് മുദ്രാവാക്യം ആർക്കറിയുന്നു, അതായിരുന്നു എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷെ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ വഴിക്ക് ഞാൻ പോയി പട്ടാളത്തിലേക്ക്. അവിടെ രാഷ്ട്രീയം ഇല്ല, പക്ഷെ ആ രാജ്യസ്നേഹം അതിനകത്ത് കയറി. അതൊരു വർഷത്തിനകത്ത് അതേ RSSൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇതിനകത്തോട്ടാണ് അവിടെ ഉണ്ടത്. അതിനിടയ്ക്ക് ഞാൻ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ടിക്കറ്റ് 43 എത്തുമ്പോഴാണ് മേജറിന്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു സാധ്യതയുള്ളത് ഭാര്യ അറിയുന്നത്. ഇത് ഇത്രയും സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നതിനൊരു കാരണം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനെ അതിനകത്ത് കാണാൻ പറ്റി, ആ കഥാകൃത്തിലൂടെ കാണാൻ പറ്റി എന്നുള്ളതാണ്. അതിവിടെ കിട്ടിയില്ല എന്നൊരു പരാതിയും കൂടെ അതിനകത്ത് ഇല്ലേ? അതായത് വീട്ടിൽ കിട്ടിയില്ല ആ മനുഷ്യനെ. നീ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന കോംപ്രമൈസ് പറഞ്ഞു തീർത്തിരിക്കുന്നു. പക്ഷെ നമുക്കത് സർപ്രൈസിങ് ആയിരുന്നു അല്ലേ? വെരി മച്ച്. ചില കാര്യങ്ങളുണ്ട് അങ്ങനെ. മറ്റേ കീർത്തി ചക്രയിൽ കൂടെ ഒരു റൊമാൻറ്റിക് പാട്ടുണ്ടല്ലോ ലാലേട്ടിന്റെയും അതായിട്ടും. അപ്പൊ അത് കാണുമ്പോൾ എന്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിക്കും, യു ഓൺലി സേ നിന്റെ ഹസ്ബൻഡ് ഒരിക്കലും ക്ലോസ് അല്ല, അഫെക്ഷനേറ്റ് അല്ല. What a song he's taken. എത്ര റൊമാൻറ്റിക് ആണ് ആ പാട്ട്. ഞാൻ പറഞ്ഞു പൂവോ കളയേ പകയുടെ പോട്ട് പൂവിനൊന്നും കാര്യം എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അപ്പം ആ പാട്ട് പോലും അത്ര ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഫുൾ കോറിയോഗ്രാഫിയുടെ ഇൻസിഡൻസ് ഞാനാണ് ചെയ്തിരിക്കുന്നത്. കലാമാസ്റ്ററാണ് എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞാൻ കലയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോഴത്തേക്കും നമ്മൾ പൂവും എല്ലാം കൂടെ കല இந்த மாதிரி அந்த பூ വന്നിട്ട് വീഴുമ്പോൾ ആ കാലിൽ നുള്ളുന്ന അങ്ങനെയുള്ളൊരു സീക്വൻസ്, അങ്ങനെ ഈ പൂവൊക്കെ നമ്മൾ അതിൻ്റെ ഓരോരോ സീക്വൻസുകളും എൻ്റെ മനസ്സിനകത്തുണ്ട്. അതുപോലെ അവർ പുഴയിൽ കുളിക്കാൻ പോയി അവിടെ കിടക്കുന്ന ഇതൊക്കെ നമ്മൾ മനസ്സിനകത്തുള്ള കൊറിയോഗ്രാഫിയാണ്. കാരണം ഞാൻ ബേസിക്കലി റൊമാൻറ്റിക് ആണോ. ഞാൻ കാണിക്കൂല, മനസ്സിന്റെ ഉള്ളിലാണ്. ഞാൻ റൊമാൻറ്റിക് ആണ്. ഞാൻ എല്ലാവരുടെ അടുത്തും, ബിക്കോസ് ഇന്നവർ ഒരാളുടെ അടുത്ത് ഞാൻ മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. പെൺകുട്ടികളായിട്ട് ഞാൻ എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും ശരി നിങ്ങൾ ബാക്കൗട്ട് ചെയ്തിട്ട് പോവാന്നുള്ളതല്ല. അങ്ങനെ ദേഷ്യം പറ്റുന്ന ഒരു അവസ്ഥ ഒരു പെൺകുട്ടി എനിക്ക് തന്നിട്ടുമില്ല. അമ്മ എന്നുള്ളത് ഒരു ഭയങ്കര വികാരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അമ്മേനെ വളരെയധികം മിസ് ചെയ്യുന്നു, ഇതെല്ലാം ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതൊരു കുറ്റബോധം കൂടി ആയിരിക്കാം. ഇതുപോലെ തന്നെ അമ്മയോട് ഞാൻ സ്നേഹം കാണിച്ചിട്ടില്ല. ലീവിന് വരും ഇങ്ങനെ ഇരിക്കും, എന്തുണ്ടാക്കി അപ്പം നമുക്ക് വേണ്ട പറയാത്തിന് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ ഇവിടേക്ക് കിടന്ന് കിടക്കാന്നുള്ളതല്ലാതെ നമ്മളങ്ങനെ കാണിച്ചിട്ടുള്ളൊരു സംഭവം ഇല്ല. അതെന്താന്ന് വെച്ചാൽ അങ്ങനെ ആയിപ്പോയി. ബട്ട് ഉള്ളിലുണ്ടത്. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ കുറ്റബോധം അല്ലാതെ കാണിച്ചൂടെ, എന്താ കാണിക്കാൻ? മകനോട് ഇപ്പോ കാണിക്കുമോ? മകനോട് അങ്ങനെ കാണിക്കുക എന്നാ കെട്ടിപ്പിടിച്ച ഇത് കുട്ടിക്കാലത്ത് മുതൽക്ക് അങ്ങനെ തന്നെയായിരുന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ എപ്പോഴും അമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ല. പിന്നെ എൻ്റെ ഒരു സ്വഭാവത്തിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിത്തെ സ്വഭാവത്തിന് ഒരാൾ 5 വയസ്സ് നമ്മൾ കടം വാങ്ങിച്ചിട്ട് ഒരു ഷോ ഓഫ് ചെയ്യുന്ന പരിപാടി ഇല്ല. അപ്പം ഈ ഉള്ളത് കൊണ്ട് ഇതെല്ലാം കൂടെ നോക്കണമല്ലോ. അപ്പം ഇത് മകൻ വരുന്നു, ഭാര്യയ്ക്ക് ഇതും ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിനകത്ത് കയറുന്നത്. ആകെ 2500 രൂപ ശമ്പളമുണ്ട്, ഇതിനകത്ത് ഒരു TV വാങ്ങിച്ചു കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് സ്കൂട്ടർ, എന്നാലും പല കാര്യങ്ങളും മനസ്സിൽ കൂടെ ഇങ്ങനെ കിടന്ന് പോകുന്നുണ്ടായിരിക്കും. അപ്പം ഇവരെ കാണുമ്പോഴായിരിക്കും ഇത് ഓർമ്മ വരുന്നത്. അപ്പം അതിലേക്ക് ചിന്തിക്കാൻ പോകും. അപ്പം ഇവരെ കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. മകനെ കുറിച്ചെന്ന് പറഞ്ഞാൽ മകനെ കുട്ടിക്കാലം തൊട്ടിട്ട് അങ്ങനെയാണ് വളർത്തിയിരുന്നത്. കാരണം ഇവൻ ജനിച്ചപ്പോൾ ഞാൻ കമാൻഡോസിലാണ്. പിന്നെ ഇവനെ ഒന്ന് താലോലിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സമയമല്ലായിരുന്നു, മൈൻഡ് ഫ്രെയിം അല്ലായിരുന്നു. അവിടെ പഞ്ചാബ് ബേൺ ചെയ്യായിരുന്നു 89-ൽ, കാശ്മീർ ബേൺ ചെയ്യായിരുന്നു. കാശ്മീരിൽ നിന്ന് നിങ്ങൾ കാണുന്നൊന്നല്ലായിരുന്നു അവിടുത്തെ മിലിറ്റൻസി. ആ സമയത്ത് അന്ന് ഇതുപോലെയൊക്കെ ചോദിക്കുമായിരുന്നു, ഹിന്ദു ഏതാ മുസ്ലിം ഏതെല്ലാം ചോദിച്ച പണ്ഡിറ്റ്മാരെയൊക്കെ വെടിവെച്ചു കൊണ്ടിരുന്നൊരു കാലമുണ്ടായി. ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ പോകുന്നു, തിരിച്ചു വരുന്നു. തിരിച്ചിവിടെ വന്ന് പിറ്റേ ദിവസം ഇടയ്ക്ക് പിന്നെയും പോണ്ടി വരും ഫ്ലൈറ്റും പിടിച്ചിട്ട്. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് കുട്ടിയായിട്ട് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അധികം.
അപ്പോൾ റൊമാനിയൻ അംബാസിഡർ രാഡുവിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് അയാളെ റെസ്ക്യൂ ചെയ്യാൻ പോയത് എന്നായിരുന്നു? ഇന്ന് ദീപാവലിയാണ്. അപ്പം അതിന് ഞാൻ അർജുനെയും ഞങ്ങൾ 3 പേരും കൂടെ സ്കൂട്ടർ എടുത്ത് പോയി പടക്കൊക്കെ വാങ്ങിച്ച് തിരിച്ചിവിടെ വന്നപ്പം താഴത്ത് ജോങ്ക നിൽക്കുന്നു. ദൂരം തന്നെ നോക്കി ജോങ്ക നിൽക്കുകയാണ് NSGയുടെ. അപ്പം ഞാൻ പറയാം പണിയായി ചെന്നപ്പോൾ സാബ് അവർക്ക് എയർപോർട്ടിൽ വിടായെന്നത്, എയർപോർട്ടിൽ വിളിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇവരെ മുകളിലാക്കിയിട്ട് നമ്മൾ അവിടുന്ന് കിറ്റ് എടുത്ത് ഇടുന്നു, ആ ബാഗ് എടുക്കുന്നു, തോക്കും കൊണ്ടു കൊടുക്കുന്നു, നേരെ പോവാണ് എയർപോർട്ടിലേക്ക്. കട്ട് വേണം. ആ സമയത്ത് മനസ്സിനകത്ത് തോന്നുന്നൊരു സംഗതിയുണ്ട്. അത് മേജർ വേറൊരു അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടിയിൽ അങ്ങ് പോയി, ഇവിടെ വിട്ടു, അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മേജറിനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഉള്ളത്. ഞാൻ എൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് മൈ ഇമ്മീഡിയറ്റ് ആഫ്റ്റർ മാരേജ്, കല്യാണം കഴിഞ്ഞ വഴിക്ക് ഇറ്റ് വാസ് എൻ അറേഞ്ച് മാരേജ്, 100% അറേഞ്ച് മാരേജ്. അപ്പോൾ ഒരു അറേഞ്ച് മാരേജിലുള്ള ഒരു ഡിഫറൻസ് വാസ് ട്രെമൻഡസ്ലി ഫെൽറ്റ് ബൈ മീ. ബിക്കോസ് എനിക്ക് ഈ മനുഷ്യനെ അറിയില്ല, പട്ടാളം അറിയാം. എൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ആർമി ടു ഗെറ്റ് മാരീഡ്. ബിക്കോസ് എനിക്കറിയാം ആർമിയിൽ ലൈഫില്ല, ഫാമിലി ലൈഫില്ല. ലൈഫുണ്ട്, ഫാമിലി ലൈഫില്ല. ഈ എയർഫോഴ്സിൽ കണ്ട ജീവിതം, അച്ഛൻ രാവിലെ പോകും, ഉച്ചയ്ക്ക് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, വൈകുന്നേരം കുറച്ച് നേരം ചാച്ചി ഉറങ്ങും, അത് കഴിഞ്ഞാൽ അച്ഛൻ പുറത്തൊരു വാക്കിനൊക്കെ പോകും, തിരിച്ചു വരും. ഹീ ഈസ് ദെയർ വിത്ത് us all the time. പക്ഷെ പട്ടാളം ആർമി ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ആർമി ഈസ് എ ടോട്ടലി സർവീസ് ഓറിയന്റഡ്. അവർക്ക് അത് തന്നെയാണ് ജീവിതം, അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഗെറ്റ് മാരീഡ് ടു ആൻ ആർമി ഓഫീസർ, ടു ബി വെരി ഫ്രാങ്ക്. പക്ഷെ എനിക്ക് വന്നത് ഇതായിരുന്നു. സോ ഇറ്റ് ഈസ് ദ ലൈഫ്. പക്ഷെ അന്ന് ആ ഒരു ഏജ് അങ്ങനെ 23, 24 ഈസ് എ വെരി, ഇന്നത്തെ 23 അല്ല, അന്നത്തെ 23 ആണ്. സോ അന്നത്തെ 23 വി ആർ സ്റ്റിൽ വെരി ഇന്നസെന്റ്, നമുക്കൊന്നും അറിയില്ല. വന്ന് എന്റെ ഗുഡ് ലക്കാണോ ബാഡ് ലക്കാണോ എന്ന് വെച്ചാൽ വന്ന സമയത്താണ് ഹി വാസ് ഇൻ കമാൻഡോസ്. അപ്പൊ കമാൻഡോസിന്റെ ഒരു പോർട്ട്ഫോളിയോ NSGയിലായിരുന്നു. അപ്പം രാജ്യത്തിന് വേണ്ടി മാത്രമാണ് ജീവിക്കണ ഒരു മനുഷ്യൻ. അപ്പം നമുക്കിതൊന്നും അറിയില്ലല്ലോ. നമ്മൾ ഈ സ്വപ്നം കണ്ടിട്ടാണ് കല്യാണം കഴിച്ച് വരുന്നത്. വരുമ്പം ഇങ്ങനെ ഭർത്താവ് വരും, രാവിലെ ആ ഒരു കറുപ്പെടുത്ത് ഭാര്യനെ ഹലോ ഹൗ ആർ യു ഡാർലിംഗ് എന്നൊക്കെ. ഇവിടെ വരുന്നതേ തോക്കായിട്ട്, മറ്റേ ഡാംഗ്രി, ബ്ലാക്ക് ക്യാപ്പ്, തോക്ക്, 4-5 ഗാർഡ്സ് വിൽ ബി ദർ ഡൗൺ വെയിറ്റിംഗ് ഇൻ ദ ജീപ്പ്. വെച്ചാൽ അടുത്ത ചേഞ്ച് വന്നിട്ട് അടുത്ത റൗണ്ട് പോണം. അപ്പം സംസാരിക്കാൻ പോലും പേടിയായിരുന്നു. ആര് വരും, ചേഞ്ച് ചെയ്യും, 5 മിനിറ്റ് ഉറങ്ങുമെന്ന് പറയും, പോയി ഉറങ്ങും. അപ്പോഴത്തേക്ക് ഭക്ഷണം റെഡിയാണോ, എന്താ കഴിക്കണം എന്ന് എനിക്കൊന്നും അറിയില്ല. ബിക്കോസ് ഐ വാസ് നോട്ട് എ വെരി ഗുഡ് കുക്ക്. പഠിച്ചു വരണേ ഉള്ളൂ. അപ്പോഴത്തേക്ക് കുട്ടിയുണ്ട് കയ്യിൽ. അപ്പോൾ ഇതൊക്കെ ഒരു ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് കൈൻഡ് ഓഫ് എ ലൈഫ് സ്റ്റൈലായിരുന്നു. ആൾ വരും, അടുത്ത നിമിഷം ഈസ് അഗൈൻ ഔട്ട്. ഇത് എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എത്ര ദിവസത്തേക്കാണ് പോകുന്നു എന്ന് ഒന്നും അറിയില്ല, ചോദിക്കാനും പറ്റില്ല. അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. പേടിയെന്ന് വെച്ചാൽ അത്രയ്ക്കും പേടി വെച്ചാൽ അറിയില്ല, ആളറിയില്ലല്ലോ. എന്നാൽ എന്തെങ്കിലും പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒന്നും അറിയില്ല. ഇറ്റ്സ് ലൈക്ക് ഓൺ ബ്ലാങ്ക് വാളിന്റെ മേളിൽ രാവിലെ വരുന്നു, ഒരു പെയിന്റ് വരുന്നു, ആ പെയിന്റ് അങ്ങനെ പോകുന്നു, അത് മാഞ്ഞു പോകുന്നു. ഇറ്റ് വാസ് എ സസ്പെൻസ് ലൈഫ് ഫോർ മീ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് 18 years ഓഫ് മൈ മാരേജ് കഴിഞ്ഞിട്ട് മൂപ്പര് ഫിലിം ഇൻഡസ്ട്രിയിൽ വന്ന് ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴാണ് ഞാൻ ഈ സംഭവത്തിൻ്റെ ഒക്കെ സീരിയസ്നെസ് മനസ്സിലാക്കണം. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ലൈഫ് ഐ ഹാഡ്. എവറി ഡേ വാസ് എ മിഷൻ അക്കംപ്ലിഷ്ഡ്. ഇപ്പം നടക്കും, നടക്കില്ല. അപ്പോൾ ആ മോനും അങ്ങനെ തന്നെ വളർന്നു. മോൻ എൻ്റെ ബാക്കിൽ നിൽക്കുമായിരുന്നു. അച്ഛൻ്റെ എൻട്രി വരുമ്പോൾ മോൻ ബാക്കിലാണ്. മോന് പേടിയാ. മിക്കവാറും ഈ കമാൻഡോ വേഷത്തിലൊക്കെ വരുമ്പോൾ മഫ്റ്റിയിലായിരുന്നു, താടി, മുടി. He was never in an army attire. ഞാൻ കല്യാണം കഴിച്ചു ഓപ്പറേഷൻ പോകുമ്പോൾ മാത്രമാണ് ഈ ഡാങ്ക്, അതാണ് ഒരു ബാഗ് ഉണ്ടാവും. അപ്പം അത് ആ ബാഗിനകത്ത് ഈ ഓവറോൾ കോമ്പിനേഷൻ ഉണ്ടായിരിക്കും. എൻ്റെ വാട്സപ്പ് ഇതിൽ കാണുന്ന ആ ഇതുണ്ടായിരിക്കും. പിന്നെ പിസ്റ്റളും മറ്റേ തോക്ക് അവർ കൊണ്ടുവരും. അപ്പം അത് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്നാണ് ഇതൊക്കെ മാറ്റി ഒരു കാശ്മീരിൽ ഇറങ്ങുന്നു, ലോഞ്ച് ചെയ്യാൻ സ്ട്രെയിറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ വി ജസ്റ്റ് ഗോ ഇൻ ടു ദാറ്റ്. അല്ല, പല സ്ഥലത്തും ഞങ്ങൾ ഡ്രസ്സ് പോലും ഇടാതെ പോയിട്ടുണ്ട്. ശിവരാസന ഓപ്പറേഷൻ ഒരിക്കലും ഞങ്ങൾ ബ്ലാക്ക് ഇട്ടിട്ടില്ല. കാരണം എല്ലാം ജീൻസും ടീഷർട്ടും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഹെൽമെറ്റും. അപ്പം കമാൻഡോസിൽ അങ്ങനൊരു പ്രിവിലേജ് ഉണ്ട്. കാരണം സമയമില്ല ഇതിനൊന്നും, അതിലൊന്നും പ്രയോറിറ്റി ഇല്ല. പിന്നെ താടി എൻ്റെ ഈ 3-4 വർഷം കംപ്ലീറ്റ് ഞാൻ എപ്പോഴും താടി തന്നെയായിരുന്നു. അതിപ്പോൾ പല ഫോട്ടോസ് നിങ്ങൾ കാണുമ്പോഴും കാണാമല്ലോ. ഐ വാസ് ഓൺലി 4 വർഷം. 88 ഓഗസ്റ്റ് കയറി 92 ബിഗിനിങ്ങിൽ അവിടുന്ന് പോകുന്നു. അപ്പോൾ അതുവരയ്ക്കും ഉള്ളതെന്ന് പറഞ്ഞാൽ ലൈഫ് അങ്ങനെയാണ്. അപ്പോഴാണ് ഇവന് 3 വയസ്സാകുമ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തായി.
അതിനൊപ്പം നമ്മൾ അവിടെ ഒരു കട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അംബാസിഡർ അല്ലേ, പുള്ളിയെ രക്ഷിക്കുന്നതിലാണ്. കറക്റ്റ്. ആ അപ്പം ഇവിടുന്ന് ദീപാവലി എന്നും പറഞ്ഞിട്ട് കുട്ടിക്കുള്ള സാധനമൊക്കെ വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് വരികയാണ്. അച്ഛനും അമ്മയും മോനും കൂടെ അവൻ ഫ്രണ്ടിൽ നിൽക്കുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും വണ്ടി നിൽക്കുന്നു. ക്യാന്ന് വെച്ചു ബുളായ സാർ. ഞാൻ നേരെ മുകളിൽ പോയിട്ട് നമ്മുടെ ബാഗ് എടുത്ത് തോളത്തിട്ട് വണ്ടി വന്നിരുന്ന് നേരെ അവിടെ പോകുന്നു. അവിടെ പോയപ്പോഴത്തേക്കും ഓൾറെഡി ലോഡഡ് ആണ് എല്ലാവരും. നമ്മുടെ ജോങ്കിയും നേരെ ഇടിച്ച് ഫ്ലൈറ്റിനകത്തോടെ കയറ്റുകയാണ്. അതിൽ ജോങ്ക ജിപ്സി ഇതൊക്കെ കയറും. അത്രയും വലിയ ഫ്ലൈറ്റ് അത്. കമാൻഡോസ് ഉണ്ട്. സോ വി വർ ഹാർഡ്ലി അബൌട്ട് ഒരു 60. അതിൻ്റെ ചെറിയ ടീമാണ്. 2 പ്ലാറ്റൂണാണ് പോയിരുന്നത്, 2 സ്ക്വാഡൻസ്. അത് കഴിഞ്ഞ് അവിടെ പോകുന്നു, ഈ ഓപ്പറേഷൻ ചെയ്യുന്നു, അയാളെ റെസ്ക്യൂ ചെയ്യുന്നു. പിറ്റേ ദിവസം കാലത്ത് നമ്മൾ തിരിച്ചു വരുന്നു. അല്ല പുള്ളിയല്ലേ സ്വന്തമായിട്ട് ഓടിപ്പോയത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓടിപ്പോയി. അത് കോമഡിയാണ്. അത് കോമഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കുന്നതിന് കാരണം ആൻസറബിളാണ് ഞങ്ങൾ. അപ്പം അതിനകത്തും ഭാഗ്യം എന്നുള്ളൊരു എലിമെന്റ്. ഞാൻ എപ്പോഴും പറയും മരണത്തിനെ ഭയക്കരുത്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മരണത്തിനെ ഫേസ് ചെയ്തിട്ട് പലപ്പോഴും മരണം കിട്ടാതെ പോയിട്ടുണ്ട്. യൂണിഫോമിലുള്ള സമയത്ത് മരണം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രസ്റ്റീജ് ആയിട്ട് തന്നെയാണ് എന്നെപ്പോലുള്ള ഒരു പട്ടാളക്കാരൻ വിചാരിക്കുന്നത്. അല്ല വെറുതെ ഇഞ്ചോർഡ് ആയിട്ട് വന്നിട്ട് ഇവിടെ വീരവാദം അടിച്ചിട്ട് കാര്യമില്ല. ആ ഇഞ്ചോർഡ് ആണെങ്കിലും ശരി, 4 പേരെ കൊന്നിട്ടാണെങ്കിലും ഇറ്റ്സ് ഓക്കെ. പലരും പല ഓപ്പറേഷനിലും കാണാം, ഒരു സ്പ്ലെൻഡർ എവിടെയെങ്കിലും കിട്ടി വന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ഒച്ചയും വെള്ളോട്ടുകൊണ്ട് നടക്കുന്നു. പക്ഷെ ഞങ്ങൾ ആ ഓപ്പറേഷന് പോയിട്ട് അപ്പം ഞാനും എൻ്റെ സിയും കേണൽ ദത്ത, എല്ലാ പടത്തിലും നിങ്ങൾ കേൾക്കും ഈ വിജയ ദത്ത, കീർച്ചക്രയിലും ഉണ്ട്. ജനറൽ ദത്തയായിട്ട് റിട്ടയർ ആയത്. അപ്പം ദത്ത സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം ഞാനാണ് സ്ട്രൈക്കിംഗ് ടീം. ഇവിടെ നൈറ്റ് വിഷൻ ഗോഗിൾ കൂടെ രാത്രി ഒരു 2 മണി എന്തോ ആയിരിക്കണം. നൈറ്റ് വിഷൻ ഗോഗിൾ കൂടെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ലെഫ്റ്റ് കോർണർ എഡ്ജിന്ന് ഒരു 2 അടിക്ക് മാറിയിട്ട് ഫ്രെയിം ചാർജ് വെച്ചു. ഫ്രെയിം ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബാമ്പൂവിൻ്റെ അകത്ത് ബ്ലാസ്റ്റ് ചെയ്യാനുള്ളത്. അത് വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് ബ്ലാസ്റ്റ് ചെയ്ത് ഉള്ളിൽ കയറിക്കുന്നു. ഓക്കെ സാർ, ഓക്കെ റെഡി, കമാൻഡോ മൂവ് ചെയ്തു. പിന്നെ റേഡിയോ സൈലൻസ്. ഞങ്ങളങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റേഡിയോ സൈലൻസ് ആക്കി. കാരണം അവിടുന്ന് വല്ല വിളിയെ വന്നു കഴിഞ്ഞാൽ അടുത്തെത്തുമ്പോൾ ശബ്ദം കേൾക്കരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ ഈ 2 അടി എന്നുള്ളത് ഞാൻ എൻ്റെ എഞ്ചിനീയർകാരുണ്ട് ഫ്രെയിം ചാർജർ, അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് പോകാം, ഒരു 6 അടിക്ക് അപ്പുറത്ത് വയ്ക്കാൻ കുറച്ച്. അവങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് നിലാവിൻ്റെ ഒരു ഇതുണ്ട്, നൈറ്റ് വിഷൻ ഉണ്ട്, ഞങ്ങളുടെ മുഖത്തെല്ലാം കാണുന്നുണ്ട്. കുറച്ചുകൂടി പോയിക്കാം. അങ്ങനെ ഒരു 6 അടിക്ക് അപ്പുറത്ത് 6 അടി 8 അടിയോ മറ്റു പോയി കാണാം. അവിടെ വെച്ചിട്ട് ചെയ്തു. ഈ സമയത്ത് സിഒ അവിടെ ഒന്ന് നോക്കുകയാണ്. അയാൾക്ക് ഭ്രാന്ത വന്നു. ഞാൻ പറഞ്ഞെടുത്ത് അവൻ വെക്കുന്നില്ല, അവൻ തോന്നിയെടുത്ത് കൊണ്ട് വെക്കുന്നു. ഇതൊക്കെ നടക്കുകയാണത്. ഇതൊക്കെ പിന്നെയാണ് അറിയുന്നത്. അപ്പം അവിടെ കൊണ്ട് ബ്ലാസ്റ്റ് ചെയ്തു. നമ്മളകത്ത് കയറുന്നു, ഇയാളെ പിടിക്കുന്നു, പുറത്തേക്ക് വിടുന്നു. 2 പേരുണ്ടായിരുന്നു. ഒരുത്തനെ പിടിച്ചു, ഒരുത്തൻ ഓടിപ്പോയി. അതിൻ്റെ പുറകിൽ ഞങ്ങൾ കുറേ ഓടുന്നു. ഈ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇവനൊരു മരത്തിൽ താഴത്തിരുത്തുന്നു. ഒരു കമാൻഡോ അവിടെ ഗാർഡ് ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ ഹൗസ് ക്ലിയർ എന്നും പറഞ്ഞ് അകത്തേക്ക് വന്നു. സിഒ ഞാനും കൂടെ ഈ അകത്ത് നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് വരികയാണ്, വല്ലതും ഉണ്ടോ. അപ്പോഴത്തേക്കും നോക്കുമ്പോൾ ഈ ബ്ലാസ്റ്റ് ചെയ്തതിൻ്റെ സ്ഥലത്തിൻ്റെ ഞങ്ങൾ ഇങ്ങനെ വരുന്നു. അപ്പം ബ്ലാസ്റ്റ് ചെയ്തതിൻ്റെ കുഴി അവിടെയാണ്. ഇതാണ് ആ കോർണർ, സിഒ വെക്കാൻ പറഞ്ഞ സ്ഥലം. ആ വെക്കാൻ പറഞ്ഞ 2 അടിയുടെ ഇപ്പുറത്ത് ഉള്ളത് 120 സ്റ്റിക്സ് ആയിരുന്നു, ജെലറ്റിൻ സ്റ്റിക്സ്. 120 സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ആ ഏരിയ മുഴുവൻ അങ്ങ് ബ്ലാസ്റ്റായി പോകും. അത്രയ്ക്കെല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പം ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, സിഒയും നോക്കുന്നുണ്ട്. സിഒ എന്നെ നോക്കുന്നില്ല. അപ്പം എന്നിട്ട് സിഒ ഇങ്ങനെ പറയണേ, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നീ 6 അടി അപ്പുറത്തേക്ക് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് കഴിഞ്ഞിട്ട് നിനക്കിട്ട് ഞാൻ തരാമെന്നുള്ളത്. നോക്കുന്നില്ല. ഞാനും നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട് തരാമെന്നുള്ളത്. പക്ഷെ ഇയാളെ ലക്കി ബാസ്റ്റേഡ് ആയിരുന്നു. അപ്പം പറഞ്ഞു യു ബെൻഡ് അപ്പോൺ സ്ക്രൂയിങ് മീ. പക്ഷെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എനിക്കറിയില്ല എന്താ തോന്നിയെന്നുള്ളത്. ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിൻ്റെ പേരിലാണ് നീ മാറ്റിയത്? അപ്പം ഞാൻ പറഞ്ഞു സാർ എൻ്റെ മനസ്സിനകത്ത് ഈ കോർണറാണ്, ഇവിടെ പില്ലർ കാണും. അപ്പം ഈ 2 അടിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള അയൺ റോഡ്സ് കിടപ്പുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ 2 അടിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അയൺ റോഡ്സ് പ്രൊട്ടക്ട് ചെയ്ത് ചിലപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊന്ന് സേഫായിട്ടൊരു 6 അടിക്ക് എടുത്താണ് സാർ. പക്ഷെ അതെന്തായി, എൻ്റെ ജീവിതം തിരിച്ച് കിട്ടിയിട്ടുമുണ്ട്. എൻ്റെ കൂടെയുള്ള 6 കമാൻഡോസും ജീവനോട് ഇരിപ്പുണ്ട്. ഇവിടേക്കാണ് ഞാൻ പറയുന്നത് ഡെസ്റ്റിനിയിൽ ബിലീവ് ചെയ്യുക അല്ലെങ്കിൽ ഡെത്തിൽ ബിലീവ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് അമ്മയൊക്കെ പണ്ട് പറയാം, മേനെ ജനിച്ചാൽ വരക്കിലാടാ മരിക്കുള്ളൂ. അച്ഛനും അതേ ആറ്റിറ്റ്യൂഡായിരുന്നു. അതുകൊണ്ടായിരുന്നു അച്ഛൻ്റെ ഗട്ട്സ് അങ്ങനെ.
അച്ഛൻ ഒരിക്കലും ഒരാളെയും അങ്ങനെ ഭയപ്പെടില്ല. നാട്ടിലൊക്കെ ഞാൻ തല്ലുമുഴക്കൊക്കെ കണ്ടിട്ടുണ്ട് അച്ഛൻ്റെ. ഒറ്റയ്ക്ക് ചോദിക്കാൻ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അധികം ശരീരമൊന്നുമില്ല. ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു 5 അടി 6 ഇഞ്ച് പൊക്കേ ഉള്ളൂ. എന്നൊക്കെ ഹൈറ്റ് കുറവായിരുന്നു. പക്ഷേ ഹി ഹാഡ് ദാറ്റ് പേഴ്സണാലിറ്റി. അപ്പം അങ്ങനെയുള്ള ബിലീഫുകളാണ് ഇതൊക്കെ. ഇന്നും ഞാനും ഇപ്പം ഞാൻ വിളിച്ചു കഴിഞ്ഞാലും ഫോൺ എടുക്കും. നിങ്ങൾ അദ്ദേഹത്തിനെ ഇപ്പം ടി വിയിലൊക്കെ കാണാം, ചർച്ചയ്ക്ക് വരുന്നത് താടിയൊക്കെ ആയിട്ടുള്ള മേജർ ജനറൽ ദത്ത, വിജയ് ദത്ത എന്നുള്ളത്. ഈസ് വെരി ക്വാളിഫൈഡ് കമാൻഡോ, ഇഷ്ടംപോലെ ഗ്യാരണ്ടി മെഡലൊക്കെ വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതെന്ന് പറയാം, എൻ്റെ അടുത്തുള്ള ഒരു ട്രംപ് കാർഡ് എന്ന് പറഞ്ഞ ഇവനാണ്. കാരണം ഇത് ചാവില്ല. ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് വരും, ചാവില്ല. അതെന്താണ്? 2-3 ഇൻസിഡൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സാർ അതും വിചാരിച്ചിട്ട് ബ്ലൈൻഡായിട്ട് സാറ് പറയുന്നത് ഞാൻ കേൾക്കില്ല കേട്ടോ, നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ. അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. കാരണം ഐ വാസ് ജൂനിയർ മോസ്റ്റ് ഓഫീസർ. 3 വർഷത്തിനകത്ത് സർവീസിൽ ഞാൻ കയറിയതാണ്. അപ്പം എൻ്റെ കൂടെ ഉള്ളവർ എല്ലാവരും ആ ക്യാപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5-6 വർഷം സർവീസിലാണ്. എന്നാലും കേണൽ ദത്ത, ജനറൽ ദത്ത വന്നിട്ട് ഈവൻ ശിവരാസൻ ഓപ്പറേഷനിലേക്ക് നാഷണൽ ലെവൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഓപ്പറേഷന് അതിൻ്റെ ഇൻചാർജ് ആക്കിയിട്ട് എന്നെ വെച്ച് എൻ്റെ താഴത്ത് മേജേഴ്സ് ഉണ്ടായിരുന്നു. ഇതാണ് കമാൻഡോസിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. ഇഫ് യു ആർ ക്വാളിഫൈഡ്, നോ മാറ്റർ വാട്ട്സ് യുവർ റാങ്ക്, മനസ്സിലായി. ആ ഫെയ്ത്ത് ആണ് ഇവനത് ചെയ്യും എന്നുള്ളത്. അതെ, ആ ഒരു ഫെയ്ത്തൊക്കെ അതായിരിക്കും നമ്മളെ ചിലപ്പോഴൊക്കെ നമ്മളെ രക്ഷിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ രാജീവ് ഗാന്ധി അസാസിനേഷൻ നടത്തിയ ആൾക്കാരെ കണ്ടുപിടിക്കുന്ന മിഷനിലൊക്കെ പോയിട്ട് വരുമ്പോഴും ശരിക്കും വാർത്തകളിലൂടെ ഇത് കമാൻഡോ ഓപ്പറേഷൻ നടത്തുന്ന ഒരാളാണെന്നുള്ളത് പിക്ചർ മനസ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കമാൻഡോ ഓപ്പറേഷൻ ചെയ്യണ മനുഷ്യനാണെന്ന് കല്യാണം കഴിച്ച അന്ന് തന്നെ മനസ്സിലായി. പക്ഷെ ഇതിന്റെ ഇന്റൻസിറ്റി എനിക്ക് മനസ്സിലായിട്ടില്ല. ബിക്കോസ് ഇത് ഒരു വാക്ക് പോലും ഡിസ്കസ് ചെയ്യാറില്ല, പറയാറില്ല. ഞങ്ങൾ യൂണിറ്റിൽ പോയാലും ഞങ്ങൾ യൂണിറ്റ് ലേഡീസിന്റെ ഒരു ഗ്രൂപ്പ് തനിയെ നമ്മൾ നോർമൽ ആയിട്ടുള്ള സംസാരം. ദീസ് ആർ ഓൾ വെരി സീക്രട്ടീവ് മിഷൻസ്. അപ്പം പക്ഷെ ദർ ആർ ലോട്ട് ഓഫ് ലേഡീസ്, അവർക്ക് അറിയാമായിരുന്നു അവരുടെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു ഓപ്പറേഷന് പോകുന്നുണ്ട്, പക്ഷെ ദേ വിൽ നോട്ട് ഡിസ്കസ് അബൌട്ട് ഇറ്റ്. പക്ഷെ ഞങ്ങൾ സെർട്ടൺ ഓഫീസേഴ്സ്, ഞങ്ങൾ കണ്ടിന്യൂസ് ഓപ്പറേഷൻ വരുന്ന 2-3 ആൾക്കാരുണ്ടാവും. HK തിവാരി ഒരു ജനറലായിട്ട് റിട്ടയറായി. അതുപോലെ തന്നെ മോനി ചാണ്ടി ഉണ്ടായിരുന്നു. ഇങ്ങനെ 2-3 ആൾക്കാരെ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഉണ്ട് ഓപ്പറേഷനിൽ അങ്ങനെ ആക്റ്റീവ് ഒന്നല്ല. പക്ഷേ രാജ്യം ശ്രദ്ധിക്കുന്ന ആയിട്ടുള്ള ഒരു കേസിൽ നമ്മളൊരു അത്രയും വലിയൊരു പ്രൗഡ് മൊമെന്റ് അത് നമ്മൾ അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല ആ സമയത്ത്. ഇല്ല രാജനീഷ്, ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഞാനവിടെ പോയി മദ്രാസ് പോയതിന് ശേഷം പിന്നെ ഞാൻ തിരിച്ച് ഡൽഹി പോയിട്ടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ പിന്നെ വീട്ടിൽ പോയിട്ടുള്ളൂ. ഈ 2.5 മാസം ഞാൻ അവിടെ തന്നെയാണ് ചെന്നൈയിൽ. അതിലിടയ്ക്കാണ് ഒരു പ്രാവശ്യം ഇവിടെ വന്നത്. അപ്പോൾ വന്നിട്ടും എൻ്റെ ഇവളുടെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ പോകാൻ വേണ്ടി ഞങ്ങൾ മല്ലികയിൽ നിന്ന് SIT മല്ലിക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, മമ്മൂക്കാൻ്റെ വീടിൻ്റെ അടുത്താണത്. അവിടുന്ന് എൽഡാംസ് റോഡിൽ നിന്ന് എന്താണ് പറയുന്നത്, അവിടുന്ന് ഞാൻ സേലത്ത് ശാന്തനെ പിടിക്കാൻ പോകുമായിരുന്നു. ഇൻഫർമേഷൻ കിട്ടി ശാന്തൻ, അവനെയൊക്കെ പിടിച്ച് നിങ്ങളൊക്കെ ജയിലിൽ അവൻ്റെയൊക്കെ പേര് കേട്ടാണ്. അപ്പോൾ ഈ ശാന്തനെ പിടിക്കാൻ പോകുന്ന സമയത്താണ് ഞാൻ കയറിയത്. ഇവർ താമസിക്കുന്നത് തൊട്ടടുത്ത് ആ മീനമ്പാക്കം എയർപോർട്ടിൻ്റെ അടുത്താണ് ഒരു വല്ല ഫ്രണ്ടിൻ്റെ വീട്. അവിടെ ചെന്നപ്പോൾ കാണുന്നതാണ് അർജുൻ പനി പിടിച്ച് കിടക്കുന്നു, ഹെവി സീൻ. അത് കഴിഞ്ഞ് ഞാൻ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കുട്ടിക്ക് ഫിറ്റ്സ് അടിച്ചു, പനി കൂടിയിട്ട്. അപ്പോഴാണ് നമ്മളൊന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ കയ്യിൽ വെച്ച് നോക്കിയത്. നേരെ ഓപ്പോസിറ്റിൽ മിലിറ്ററി ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയി എല്ലാം താഴത്തേക്ക് ആക്കി വെള്ളം കുട്ടീനെ കൊടുത്ത് ഞാൻ അംബാസഡറിൽ കാറിൽ നമ്മളും കയറിപ്പോയി. കാരണം അവിടെ ഞാൻ പോയില്ലെങ്കിൽ കാര്യം നടക്കില്ല, ഇവിടെ ഡോക്ടർ നോക്കാം. ഓക്കെ, സോ ഇതൊക്കെ ചിലപ്പോൾ ഇവർക്ക് കൾച്ചറൽ ഡിഫറൻസ് ആയിരിക്കും. സിനിമയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ മറ്റിടത്ത് കാണുന്ന പോലെ കുട്ടിക്ക് ഇതാകുമ്പോഴത്തേക്കും ഭർത്താവ് കിടന്ന് ഓടിയോ ചെടുന്നതും എല്ലാവർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയില്ലെങ്കിൽ എൻ്റെ ഈ ഫുൾ ടീം ഞാനായിട്ട് സിങ്കാണ്. ഈ 6 പേരും വേസ്റ്റായി. ഇവിടെ എന്താണ്, ഇവിടെ ഉണ്ട് അവളുടെ ഫ്രണ്ട്സുണ്ട്, ഡോക്ടറും ഉണ്ട്. എന്നെ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാക്സിമം മറ്റേ ഇതിൽ കണ്ടിരിക്കുന്ന പോലെ ഒരു കമ്പി എടുത്തിട്ട് കൈ കൊടുക്കും ഫിറ്റ്സ് അടിച്ചാൽ, അല്ലെങ്കിൽ ചാവി എടുത്ത് കൈ കൊടുക്കും. ഇതേ നമുക്കറിയാം. പക്ഷെ ബാക്കിയുള്ളൊക്കെ ഡോക്ടറൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പോകുമ്പോൾ ഹെവി ഹാർട്ടാണ്. അവിടെയാണ് മിഷൻ 90-കകത്ത് മമ്മൂക്കാൻ്റെ ഞാൻ അപ്പാട്ടിട്ടിരിക്കുന്നത്. മെഴുനീര് പൊഴിയുമ്പോഴും കരയില്ല ഞാൻ. ആ വേർഡ് എന്താണ്, അതാണ് പറഞ്ഞത്. ആ എഴുതിയിരിക്കുന്ന പോലും ഞാനും ഗിരീഷ് മുത്തഞ്ചേരിയും കൂടെ ഞാൻ പറയും, മോനെ മനസ്സ് അത്രയും ഹെവി ആണെങ്കിലും ഐ വിൽ നോട്ട് ഷോ ഇറ്റ് എന്നുള്ളത് വേണം അതിനകത്ത്. ഇവിടേക്കാണ് നമ്മൾ ഗിരീഷിനെയൊക്കെ മിസ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ പാട്ടും എഴുതിക്കുന്ന സമയത്ത് ഞാൻ സിറ്റുവേഷൻ പറഞ്ഞ് എൻ്റെ മനസ്സിനകത്ത് ഇതാണ് മോനെ, ഇത് വേണം എനിക്ക്.
അങ്ങനെ ഗിരീഷ് അത് എനിക്ക് തരുമായിരുന്നു. അതാണ് അവൻ മരിച്ചു കിടന്ന സമയത്ത് ഞാനിവിടുന്ന് വണ്ടി എടുത്തു. അന്നൊക്കെ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്ന പരിപാടിയായിരുന്നു. വണ്ടി എടുത്തിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഇറങ്ങി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള അറിയുന്നില്ല. പെട്ടെന്ന് ഞാൻ ബാദുഷാനെ വിളിച്ചു, ഇവിടെ ഒരു ഡ്രൈവറെ ശരിയാക്കുന്നത്. അങ്ങനെ ജോൺ എന്ന് പറയുന്ന തൃശ്ശൂർക്കാരൻ എടുത്തിട്ട് അവൻ ഓടി വന്നു. അവനാണ് വണ്ടി എടുത്തിട്ട് വിട്ടത്. ഞാൻ ജോണെ മാക്സിമം സ്പീഡിൽ വിട്ടു വന്നു. അവൻ വിടുന്നു. ഞാൻ വണ്ടി കയറി ഇരുന്നപ്പോഴത്തേക്കും ആദ്യം കേൾക്കുന്ന പാട്ടെന്ന് പറയുന്നത് സൂര്യകിരീടം വീണുടങ്ങും. ഇത് രണ്ടും കൂടെ ഞാനത് കമ്പയർ ചെയ്യാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാട്ടുകൾക്ക് ജീവൻ കൊടുത്തിരുന്ന ആ സൂര്യകിരീടമാണ് ഗിരീഷ് പുത്തഞ്ചേരി. ഇത് വീണോട് അവിടുന്ന് കരച്ചിൽ തുടങ്ങിയിട്ട് ഇത് നിൽക്കുന്നില്ല. കോഴിക്കോട് വരെ ഞാൻ കരഞ്ഞത്. അത് കഴിഞ്ഞ് അവിടെ ടൗൺ ഹാളിൽ കയറി ചെന്ന് ഞാൻ തല വെച്ചിട്ട് ഒറ്റ അടിയാണ് ഈ ഗ്ലാസിൻ്റെ തരുമ്പോൾ അടിച്ചു. ചതിച്ചല്ലടാ നീ എന്നത് ഇതായിരുന്നു എൻ്റെ വാക്ക്. കാരണം ഇവൻ ഗിരീഷിന് സുഖമില്ലായിരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ വിളിച്ച് പറയും, ഗിരീഷ് കള്ളുടിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നു ഗിരീഷുമായിട്ട്. അങ്ങനെ ഇത് കഴിഞ്ഞപ്പം ഇന്ന് ഞാൻ ഓർക്കുന്നു, എന്നെ കരച്ചിൽ സഹിക്കാൻ വയ്യാന്നപ്പം ഇന്നോട്ടം വിളിച്ചിട്ട് സൈഡിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്നെ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ നോക്കി. അപ്പം എന്നോടം പറയാ, ഇതാണല്ലേ മേജർ. ദാറ്റ്സ് വാട്ട് ഹി സെഡ്. ഇങ്ങനൊരു മേജർ ഉണ്ടല്ലോ എന്ന്. അപ്പം നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് പബ്ലിക്കിൽ എപ്പോഴും കാണിക്കാനൊന്നും പറ്റില്ല. യു മൈറ്റ് ബി വെരി ടഫ്, ബട്ട് certain places when it touches അവിടെ നമ്മൾ വീക്കായി കിട്ടും. അതിപ്പം സ്വന്തക്കാരാവണമെന്നില്ല, നമ്മളറിയുന്നവരോ അല്ലെങ്കിൽ അറിയാത്തതാണെങ്കിലും ശരി, മാനുഷികമായിട്ട് ഒരു മനുഷ്യൻ്റെ ഒരു കൺസിഡറേഷൻ അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ ലൈറ്റും എല്ലാം കൂടെ ആവുന്ന സമയത്ത് എൻ്റെ കണ്ണും അന്നത്തെ ഇന്നോട്ടിനെയും ഞാൻ ഓർക്കണം. അന്നാണ് ഇന്നോട്ടിനെ എന്നെ മനസ്സിലാക്കുന്നത്. ഇങ്ങനൊരു മേജറുണ്ടല്ലേ. കാരണം ഇന്നോട്ടിൻ്റെ കൂടെ മിഷൻ 90 അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അച്ഛനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പം അവരെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് എന്തൊക്കെയോ നമ്മൾ കുറേ ആളുകളെ മിസ് ചെയ്യുന്നു. അതെ അതെ. ഈ ആരാധകർ ഒരുപാടുള്ള ഒരാളാണ്. പലതരത്തിലുള്ള ആരാധകർ മേജർ രവിക്കുണ്ട്. ആ സോഫ്റ്റ് സൈഡ് പല സ്ഥലത്തും ഞാൻ കേട്ടിട്ടില്ല പറഞ്ഞത്. നമ്മളൊക്കെ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഒക്കെ ഭയങ്കര വലിയ വിഷയങ്ങളായിരിക്കും. അത് ആ ഗൗരവത്തോടുകൂടി സംസാരിക്കേണ്ടി വരും. സോഫ്റ്റ് സൈഡിൽ ആരാധകരെക്കുറിച്ചും ആരാധികമാരെക്കുറിച്ചും മേജർ രവി ഇപ്പൊ തുറന്നു പറയുന്നു ഭാര്യയുടെ മുന്നിൽ. എന്തോ പറയാനുണ്ടല്ലേ കമന്റ്? എനിക്ക് പല പെൺകുട്ടികളും നമ്മുടെ തോന്നുന്നത്, ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത്, അവർക്ക് അത്രയും കോൺഫിഡൻസിൽ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ they know that I will respect their dignity എന്ന്. ഓക്കെ, അല്ലാതെ ഐ വിൽ നോട്ട് മിസ്യൂസ് എന്നത്. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈസെൽഫ്. എൻ്റെ അടുത്തേക്ക് വരാൻ ഭയപ്പെടുന്നില്ല അവർ. അത് ഏത് കമ്മ്യൂണിറ്റിയിലുള്ളവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ട്, അപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് അവർക്ക് എന്നെ ഇഷ്ടമുണ്ട്, എൻ്റെ കലയെ ഇഷ്ടമുണ്ട്. അല്ലാതെ അതൊരു മെറ്റീരിയലിസ്റ്റിക് വാല്യൂവിലല്ല, അതൊരു സ്പിരിച്വൽ വാല്യൂവിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അവർ പറയും. ഞങ്ങൾ ചിലപ്പം ഒരു കുട്ടിയുടെ കേസ് തന്നെ ഉണ്ട്, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളൊരു കുട്ടി. എൻ്റെ ആ എപ്പിസോഡ് ആ സമയത്ത് ആരോ ഫോൺ അടിച്ചു, ഏതായാലും മരിക്കാൻ പോവാണ്, ചാടാൻ പോവാണ്, അതിന് മുമ്പ് ഇതെടുത്തിട്ട് നോക്കിയപ്പം അതിൽ ഏതൊരു വാട്സപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിരിക്കും, കിണികിണി നോക്കുമ്പോൾ സഫാരിയിലത്തെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് അത്ര. ഇത് മുഴുവൻ ഇരുന്ന് കേട്ടിട്ട് ആത്മഹത്യ ക്യാൻസൽ ചെയ്തൊരു കുട്ടി എനിക്കറിയാം. ഐ ആം ഇൻ ടച്ച് വിത്ത്. അവിടെയാണ് സാർ എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. സോ അങ്ങനെ നമ്മളറിയാതെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ പലർക്കും നല്ലത് സംഭവിച്ചിട്ടുണ്ട്. ആരും മേജർ വീട് ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് പോയിട്ട് ഡ്രഗ് അടിക്കാൻ പോയിട്ടില്ല, കള്ള് ഷാപ്പ് പോയിട്ട് കള്ളുടിക്കാൻ പോയിട്ടില്ല. അല്ലെങ്കിൽ അവർ പഠിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്, അവർ നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അപ്പം അതിൽ യു ഷുഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. ഞാൻ സാറിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് അവരൊക്കെ ഉണ്ട്, ആരാധികമാരുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ എനിക്കെന്താണെന്ന് വെച്ചാൽ, എനിക്ക് പെൺകുട്ടികളില്ല, മകളില്ല, സിസ്റ്ററില്ല എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ആയിട്ടുള്ള. അപ്പോൾ ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓൾഡ് ഏജിലോ സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് എനിക്ക് ചെറിയ കുട്ടികളാണ്, ഞാൻ കൗതുകത്തോടെ കിടന്ന് നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ ആക്ടിവിറ്റീസ് എന്ത് ഇന്നസെൻ്റ് ആയിരിക്കും എന്നറിയാമല്ലോ. വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരമ്മയും മകനും മകളും. മകൻ ചിലപ്പം 4 അടി പൊക്കം ഉണ്ടായിരിക്കും, മകൾക്ക് വെറും 3 അടി പൊക്കം ഉണ്ടാവുള്ളൂ. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന ആ എക്സ്റേയുടെ ബാഗ്
അത് അവളുടെ ഹൈറ്റിൻ്റെ പകുതിയായിരിക്കും. ഉം. ഇത് ഇവള് തോളത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവള് ആ സമയത്ത് തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഷോൾഡർ ചെയ്യാൻ തുടങ്ങി. മറ്റവൻ കൈയും കെട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അവന് വാങ്ങിച്ചത് കയ്യിൽ വെച്ചൂടെ. അപ്പം ഇന്ന് പെൺകുട്ടികളോട് കാണിക്കുന്ന ഈ ഒരു മനോഭാവം അത് വീട്ടിലുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറയുമല്ലോ, മേജർ രവീസ് അക്കാഡമി ഞാൻ നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പിള്ളേരുടെ അടുത്ത് പറയും, മക്കളെ നാളെ തൊട്ട് നിങ്ങൾ കഴിച്ച പ്ലേറ്റ് നിങ്ങളെടുത്ത് കഴുകണം. അല്ല നിൻ്റെ പെങ്ങൾ എടുത്ത് കഴുകും അല്ലെങ്കിൽ അമ്മ എടുത്ത് കഴുകും. ആ സ്വഭാവം ഇന്ന് തുടങ്ങിയോ, കാരണം നീ പട്ടാളത്തിൽ ചേർന്നാൽ നീ തന്നെ കഴുകണം. അപ്പോൾ അത് ഇപ്പം തന്നെ തുടങ്ങും. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നേരത്തെ രജനീഷ് പറഞ്ഞത് ഞാൻ തന്നെ പ്രസ് ചെയ്തു തന്നു. എടോ ഇത് നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ അടുത്ത് എനിക്കിപ്പം ഒരു പണിക്കാരനെ വെക്കാം അല്ലെങ്കിൽ ലോണ്ടറിയിൽ കൊടുത്തയക്കാം. വായ് എന്നെക്കൊണ്ട് ചെയ്യാൻ വന്നു, ഓക്കെ നീ വന്നു നിൻ്റെ അടുത്ത് ചോദിച്ചു, ഓക്കെ ഷർട്ട് ഇത് ഓക്കെ എന്ന്. അപ്പോൾ അതൊന്നങ്ങ് പ്രസ് ചെയ്തു. അതിന് ഞാൻ താഴ്ത്തുന്ന ഉത്തമനെ വിളിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അനിതനെ വിളിക്കേണ്ട ആവശ്യമില്ല. അതിന് വിളിച്ചാൽ അത്രയും സമയം നമ്മുടെ പോയി. അതങ്ങ് സ്വിച്ച് ഓൺ ചെയ്ത് ശരി, ഇതൊക്കെ തന്നെയാണോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എൻ്റെ ആരാധകന്മാരിലും ആരാധികമാരിലും അവരെല്ലാം ഞാൻ കാണുന്നത് എൻ്റെ നല്ല കാര്യങ്ങൾ കണ്ടിട്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ എന്നെക്കുറിച്ച് അങ്ങനൊരു ചീത്തപ്പേര് നിങ്ങൾക്ക് സമൂഹത്തിൽ കേൾക്കില്ല. ഞാൻ അതിനുള്ള അവസരം കൊടുത്തിട്ടുമില്ല. അപ്പം ആ കോൺഫിഡൻസും ഞാൻ പലർക്കും പല കാര്യങ്ങളിലും. ഇപ്പം നാളെ ഒരു ഇത് നടന്നു, ബ്യൂട്ടി കോൺടെസ്റ്റ് അജിത്ത് നടത്തിയില്ല. അതിൽ കുട്ടി ഭയങ്കര ഡെസ്പായിരുന്നു. പക്ഷെ ഞാനൊരു 5 മിനിറ്റ് ഇരുന്ന് സംസാരിച്ച ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് അവൾ എന്നെ ഇങ്ങനെ നോക്കിയെന്നത് ഞാൻ എനിക്കറിയില്ല സാറിന്. യെസ് ഗെറ്റ് അപ്പ്, അടുത്ത കോൺടെസ്റ്റിന് തയ്യാറാവുന്നത്. കുട്ടി ലിറ്ററലി ഷീ ലോസ്റ്റ്. എനിക്കെല്ലാം ഉണ്ട് സാർ, ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ ടൈം ചെയ്ത് 17 വയസ്സ് 16 വയസ്സേ ഉള്ളൂ. അപ്പം അപ്പത്തേക്കിന് അവർ ഡെസ്പടിക്കാൻ തുടങ്ങുമ്പോൾ യു ഷുഡ് നോട്ട് അലോ ദം ടു. അത് നമ്മൾ കൂളായിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുത്ത് ദിസ് നോട്ട് ദ എൻഡ് ഓഫ് ഇറ്റ്. പരാജയം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത് ദാറ്റ്സ് എ ബിഗിനിങ് ഓഫ് യുവേഴ്സ്. അതാണ് എൻ്റെ ജീവിതം. 9 തോറ്റു 10 തോറ്റു, പിന്നെ ഞാൻ ജയിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ തോറ്റിട്ടില്ല, പിന്നെ എവിടെയും ഞാൻ തോറ്റിട്ടില്ല. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ 9 10 തോറ്റ അതാണ് ഓക്കെ. പക്ഷെ പിന്നീട് നമുക്ക് ആ നാണക്കേട് പിന്നീടാണ് റിയലൈസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഡെയിലി കീപ്പ് ഇംപ്രൂവിങ്. ഇപ്പോഴും ഞാനൊരു വേർഡ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ അതിൽ ഗെറ്റുണ്ട്. ഇപ്പോൾ ഡിക്ഷണറിയുടെ ആവശ്യമില്ല, ഇതിനകത്തോട്ട് ഗൂഗിളിൽ കയറി ചോദിച്ചാൽ കിട്ടും. യു ഗോട്ട് ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ് യുവർ സെൽഫ്. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ദേ ഗെറ്റ് ഇംപ്രസ്. ശശി സാറിനെ പോലുള്ള ഇംഗ്ലീഷൊന്നും പഠിച്ചിട്ട് ഈ ജന്മത്തിൽ എന്നെ കൊണ്ട് സാധിക്കില്ല, കാരണം മൂപ്പർക്ക് അതൊരു കഴിവാണത്. പക്ഷെ മൂപ്പർക്ക് അത് വേറെ ലെവല്. സാറേ ഈ കാര്യം ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോലെ വെച്ച് അപ്പോഴൊരു താനെന്ത് വേണമെങ്കിൽ പറഞ്ഞത് അതൊന്നും വേണ്ടെങ്കിലും കൂടെ എന്നിൽ ഉള്ള കോൺഫിഡൻസ് ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് ഇറ്റ്. അത് തുടരുക. ഒപ്പം തന്നെ അടുത്തൊരു പ്രണയ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ എൻ്റെ ആഗ്രഹം പറഞ്ഞോട്ടെ, ഒരു പിക്കറ്റ് 43 മാതിരിയുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് ഞങ്ങൾക്ക് വീണ്ടും കിട്ടണം. അത്രയും ഉള്ളിലേക്ക് ആ പടം വീഴുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതെല്ലാം ഉണ്ട്. അതാണ് ഓരോ സിനിമയ്ക്ക് ചില യോഗമാണ്. ഇത് 2017-18 നിവിൻ പോളിക്ക് 25 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുള്ള സംഭവമാണത്. പിന്നെ കോവിഡ് വന്നു, ഇത് വന്നു, അതെല്ലാം കഴിഞ്ഞ് തട്ടിത്തിരിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ തമിഴ് തുടങ്ങാമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. ഒരാഴ്ച മുന്നേ അത് നിന്നിരിക്കുന്നു. പിന്നെ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പകുതി പൈസ ഞാനിടാം, പകുതി നിങ്ങൾ ആരെങ്കിലും ഇടാമെന്നും പറഞ്ഞ് എനിക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ റിക്കവർ ചെയ്യും പൈസയും. അതിന് കുറച്ച് ഫൈനാൻഷ്യൽ എൻ്റെ പ്രോബ്ലംസ് വന്നപ്പം ഞാൻ പറഞ്ഞു പകുതിക്കുള്ളതില്ല, ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ സംസാരം നടക്കും. ദാറ്റ് വിൽ ഗിവ് യു എ സർപ്രൈസ്. കാരണം അത് പിക്കറ്റ് 43 രജനീഷിന് ഇത്രയും അധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സിനിമ കേരളത്തിനെ മുഴുവൻ ഇരുത്തി ഇയാൾക്ക് ഇങ്ങനൊരു കഥ പറയാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കും നിങ്ങൾ. ഞങ്ങൾ രണ്ടുപേരും കാത്തിരിക്കുന്നു. അതേപോലെ ഒരുപാട് പേര് ഞങ്ങളെ പോലുള്ള ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പടവും കൂടെ ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു മേജർ രവിയെ, കുറേയൊക്കെ എനിക്ക് എവിടെയൊക്കെയോ ഒരു മേജർ രവി എന്ന് പറയുന്ന മനുഷ്യനെ കാണിച്ചു കൊടുക്കാൻ, പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയും കുറെ കൂടെ അറിയാനുണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. തീർച്ചയായിട്ടും ഞങ്ങൾ ഒന്നാണ്. അപ്പോ അങ്ങനെ തുടരുക. മേജറെ, അവസാനമായിട്ട് എനിക്കൊരു അഗൂഢ തന്ന് ഈ പരിപാടി അവസാനിപ്പിക്കണം. താങ്ക് യു. ഫിറ്റ് ആയിട്ടിരിക്കുന്നല്ലേ, അതാണ് വേണമല്ലോ അല്ലേ?